പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾക്കറിയുന്നതുപോലെ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനും അതേസമയം നേമത്തെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ എന്നോടൊപ്പം നമുക്ക് അദ്ദേഹത്തോട് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും രാഷ്ട്രീയത്തിന് അപ്പുറമുള്ള ചില കാര്യങ്ങളുമൊക്കെ ഈ അഭിമുഖത്തിൽ നമുക്ക് ചോദിക്കാം. ഒരുപക്ഷെ കുറച്ച് കാലത്തിന് ശേഷമായിരിക്കും ഇത്രയും ദൈർഘ്യം നിറഞ്ഞൊരു അഭിമുഖം ഞാൻ അദ്ദേഹമായി നടത്താൻ പോകും. നമസ്കാരം. നമസ്കാരം. എനിക്കൊന്ന് അങ്ങ് തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിന് ഇടയിലാണ്, അതുപോലെ മാത്രമല്ല സംവിധായകരെ കാണാൻ ഇറങ്ങിയതാണ്. നല്ല ചൂടും അല്ലെ, അകത്തും പുറത്തും ചൂടെന്ന് പറയുന്ന പോലുള്ള ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഈ ഒരുപക്ഷെ എനിക്കൊന്ന് വളരെ കുറച്ച് ദിവസങ്ങൾ കാലാവസ്ഥ ഇത്ര കടുത്ത് നിൽക്കുന്നു അല്ലേ, മത്സരം വളരെ സ്ട്രോങ്, എങ്ങനെയാണ് കാണുന്നത് നേമത്തെ തെരഞ്ഞെടുപ്പ്? ഞാൻ തുടങ്ങിയിട്ട് ഒരു 10 ദിവസമായി. ഒരു രാവിലെ വീട്ടിൽ ഒരു 6:30 6:30 മണിക്ക് വിടും. 6:30 തുടങ്ങും. രാവിലെ 6:30 മണിക്ക് തുടങ്ങും. പിന്നെ രാത്രി എത്ര മണി വരെ പോകുന്നുണ്ട്? ഇപ്പോൾ അതൊരു 10:30-11 മണി വരെ പോകുന്നു. ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടോ ഈ വെയിലത്ത്? ഒരു 1-2 മണിക്കൂർ ഇവിടെ വന്ന് ലഞ്ച് കഴിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഓഫീസാണ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ വന്ന് പ്രവർത്തകരെല്ലാം കാണുന്നു, സംസാരിക്കുന്നു, സ്ട്രാറ്റജിന്റെ ഒരു ഡിസ്കഷൻ നടത്തുന്നു. അങ്ങനെയാണ് ഒരു റൂട്ടീൻ. ചൂട് എന്ന് പറഞ്ഞാൽ സമ്മറാണ്, അപ്പോൾ ചൂടുണ്ടാവുമല്ലോ. ഈ നേമത്തെ സ്ഥാനാർത്ഥിയായപ്പോൾ ബി.ജെ.പി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സംസ്ഥാന തലത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വം അങ്ങേക്കുണ്ട്. അപ്പോൾ അതിൽ കാര്യമായി ഇടപെടാൻ പറ്റുന്നുണ്ടോ, യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ? അതോ നേമത്ത് തളച്ചിടപ്പെട്ടു പോവാണ്? അല്ല, അതിന് ഞങ്ങൾ ആദ്യം തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു. അതില് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാണ്, ഞങ്ങള് 2-3 സീനിയർ ലീഡേഴ്സ് ഈ ഇലക്ഷന് മത്സരിക്കുന്നില്ല. അഡ്വക്കേറ്റ് സുരേഷ് ജനറൽ സെക്രട്ടറി, എം.ടി. രമേശ് മത്സരിക്കുന്നില്ല. അവര് മത്സരിപ്പിക്കുന്ന ആൾക്കാരാണ്, ലീഡേഴ്സാണ്. അപ്പോൾ അവര് നന്നായി ഒരു ഇലക്ഷൻ മാനേജ്മെന്റ് പ്രോസസ് അല്ല, നമ്മൾ ആദ്യം തന്നെ തീരുമാനിച്ച ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. അതെ, അത് എന്റെ ഇൻവോൾവ്മെന്റിന് അത്ര ആവശ്യമില്ല. ചില സ്ഥലത്ത് എന്നെ വിളിക്കുമ്പോൾ സ്ഥാനാർത്ഥിന്റെ സപ്പോർട്ടിന് ഞാൻ പോകുന്നു, അത് മാത്രമേ ഉള്ളൂ. ബാക്കി എന്റെ ഫോക്കസ് നിയമം ജയിക്കണം, ജനങ്ങളുടെ വിശ്വാസം നേടുന്നതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട. ഞാൻ അങ്ങോട്ട് ചോദിച്ചാലേ, അങ്ങേ വളരെ കാലമായി അറിയുന്ന ഒരാളെന്നല്ലേ ഞാൻ ചോദിക്കുകയാണ്. അങ്ങൊരു അടിമുടി പ്രൊഫഷണലായ ഒരാളായിരുന്നു, ഒരു ടെക്നോക്രാറ്റ് ആയിരുന്നു, ഒരു IT പ്രൊഫഷണലാണ്. അതിൽ നിന്ന് അങ്ങ് ഒരു മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറും. ഞാനത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അങ്ങനെ ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ട് മാറും. ഞാനും പ്രതീക്ഷിച്ചില്ല. ആ ഒരു ചേഞ്ച് എങ്ങനെയാണ് ഇപ്പം ഫീൽ ചെയ്യുന്നത്? അല്ല, ഞാൻ ഇതെല്ലാം കാണുന്നത് ഒരു ഉത്തരവാദിത്വം, ഒരു ടാസ്ക്, ഒരു മിഷൻ, ഒരു ദൗത്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ പണ്ടൊരു പ്രൊഫഷണൽ ആയിരുന്നോ ടെക്കി ആയിരുന്നോ ഇപ്പൊ അങ്ങനെ വേട്ടയാടുന്നില്ല. ഇല്ല, കാരണം ഞാൻ ഇത് എന്റെ മനസ്സിൽ കയറിയതും ഞാൻ തീരുമാനിച്ചത് 2024 ലോക്സഭ ഇലക്ഷന്റെ സമയത്താണ്. ഇവിടുത്തെ രാഷ്ട്രീയം കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് ശരിക്കും ഒരു ക്ലാസ്, കേരളത്തിന്റെ സ്ഥിതിനെ കുറിച്ചൊരു ക്ലാസ് ഞാൻ അന്ന് പഠിച്ചതാണ്. അന്ന് ഞാൻ മുമ്പോട്ട് വെച്ചൊരു സ്വപ്നം, ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഈ വികസനം, ഈ വിവാദം മാറ്റിവെച്ചു. ഇവിടെ എല്ലാം വിവാദമായിരുന്നു. എന്റെ ലോക്സഭ സമയത്ത് എന്നെ കുറിച്ച് എല്ലാം പറഞ്ഞു. പക്ഷെ ഞാൻ മുമ്പോട്ട് വെക്കുന്ന വികസനത്തെ കുറിച്ച് അവിടെ ആർക്കും ഒന്നും പറയാൻ ഒരു സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ ലോക്സഭ ഇലക്ഷൻ തൊട്ട് കഴിഞ്ഞ് ഉടനെ ഞാൻ ഇവിടെ ഫ്ലാറ്റ് വാങ്ങി താമസിക്കാൻ തുടങ്ങി. അതൊരു വാശിയാക്കി. ഇനി വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് വികസനത്തിനെ കുറിച്ച് ഒരു ചർച്ച തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു അന്നത്തെ ഒരു താല്പര്യം. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഒരുപക്ഷെ അങ്ങേ പോലെ ഒരുപക്ഷെ ഇത്രയും പ്രൊഫഷണലായി ഉള്ള ഒരു IT ആള് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോഴും ജനകീയ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുമ്പോഴും കേരളത്തിൽ ഇത്രയും വിവാദം പൊട്ടിമുളയ്ക്കുന്നതൊക്കെ എന്തിനാണ് എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. കുറച്ച് ഒരു പരിധി വരെ ടെലിവിഷനൊക്കെ ഇതിനകത്തൊരു സ്വാധീനമുണ്ട് എന്നുള്ള സത്യമാണ്. അപ്പോൾ ഈ ഇവിടെ വന്ന് വാശി കെട്ടി താമസം തുടങ്ങി, എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, മാറ്റം ഉണ്ടാക്കാൻ പറ്റി മാത്രമല്ല, ഇന്നലെ ആരോട് രാവിലെ സംസാരിക്കുമ്പോൾ LDFന്റെ പ്രചരണ വാഹനം ഞാൻ കേൾക്കുകയായിരുന്നു. ഞാൻ ആദ്യം കേട്ടിട്ടുണ്ട്. അവര് പണ്ട് കാലത്തെല്ലാം എന്തായിരുന്നു ആ പ്രചരണ വാഹനത്തിൽ പറയുന്നതും ഇന്നും കമ്പയർ ഭയങ്കര വ്യത്യാസം ഉണ്ടല്ലോ. ഇന്നിപ്പോ വികസനത്തിനെ കുറിച്ച് LDF സഖാമാര് പറയുന്നുണ്ടെങ്കിൽ അതന്നെ ഒരു വലിയ മാറ്റമാണ്. കഴിഞ്ഞ 8 മാസമായി ഞങ്ങൾ നിരന്തരമായി പറയുന്ന എന്താ കാര്യം, ഇവിടെ വികസനത്തിന്റെ ചർച്ച നടന്നാലേ നമ്മുടെ നാട്ടിൽ മുമ്പോട്ട് പോവുള്ളൂ. ഒരു നിർബന്ധമായിരുന്നു, ഒരു വാശിയായിരുന്നു. ഇന്ന് അത് ഇപ്പൊ കാണുന്നുണ്ടല്ലോ. പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ എനിക്ക് ഏറ്റവും അതിശയമായ കാര്യങ്ങൾ ഞാൻ കണ്ടത്, ചില കോൺഗ്രസ് കോർപ്പറേറ്റർ സ്ഥാനാർത്ഥികൾ വികസിത ഫ്ലെക്സ് വെച്ച് മത്സരിക്കുന്നു. അതെല്ലാം നല്ലതാണ്. ക്വാളിറ്റി ചേഞ്ച് ആണ്. അത് ആ ചേഞ്ച് വരണം.
ആ ചേഞ്ച് വന്നില്ലെങ്കിൽ നമ്മൾ 70 കൊല്ലമായി അതേ തല്ലിപ്പൊളി രാഷ്ട്രം കേട്ട് മടുത്ത് ഒന്നും ഒരു മാറ്റം കൊണ്ടുവരാത്തൊരു രാഷ്ട്രം ഇനി അത് തുടരാൻ പാടില്ല. ഒരു മാറ്റം കൊണ്ടുവരണം. നമ്മുടെ നാടിന്റെ ഭാവിക്ക് വേണ്ടി, BJPക്ക് വേണ്ടിയിട്ടല്ല, നാടിന്റെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഒരു മാറ്റം ഇവിടെ ഒരു അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ അങ്ങേ ഒരു ഇടവേളയ്ക്ക് ശേഷം കാണുമ്പോൾ ഞാൻ അങ്ങേ കാണുന്നൊരു മാറ്റം മുഖസ്തുതിയല്ല, മലയാളം നന്നായിട്ട് വളർന്നിരിക്കുന്നു അത്യാവശ്യം. അല്ല നോക്കൂ, ഞാൻ മലയാളം ഇവിടുന്ന് പഠിച്ച് വളർന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് സമയം എടുക്കല്ലോ ഇതെല്ലാം എന്താ മസിൽ മെമ്മറി മടങ്ങി വരാൻ. അപ്പോ അത് സമയമെടുത്തു. അതിന്റെ നടുവിലാണ് ഞാൻ കേട്ടത് എന്റെ മലയാളം ശരിയല്ല, മുണ്ടെടുക്കാൻ അറിയില്ല, ഞാൻ വ്യവസായിയാണ്, ഇവിടെ ഒന്നും നടക്കില്ല എന്നെല്ലാം. മുണ്ട് മാത്രമേ ഉടുക്കുന്നുള്ളൂ അല്ലേ? ഇതെല്ലാം ഞാൻ ചാലഞ്ചായിട്ട് കാണുന്നു. എന്നെ ഇങ്ങനെ ചാലഞ്ച് ചെയ്താൽ അല്ലെ, ഒന്നാമത് അങ്ങൊരു പൂർണ്ണമായിട്ടൊരു മലയാളിയാണ്. കാരണം അങ്ങ് ജനിച്ചൊന്നും വിദേശ രാജ്യത്തൊന്നും മലയാളി, ചില മലയാളികൾ അങ്ങനെയുണ്ട്. അപ്പോ മാത്രമല്ല അങ്ങേക്ക് അറിയുന്ന മലയാള ടെലിവിഷനിൽ മുണ്ടു വിപ്ലവം കൊണ്ടുവന്നതാണ്. അതാണ് സത്യം. കാരണം ഞാൻ 4 ദിവസം മുമ്പേ ഇതൊരു നമ്മുടെ കോൺഗ്രസ് നേതാവ് പറയാണ് ഞാൻ എയർ ഡ്രോപ്പ് ലീഡറാണ്. അല്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രിയങ്ക ഗാന്ധി വാർഡർ എന്താണ്? സോണിയാഗാന്ധി പിന്നെ ഇറ്റാലിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ലീഡർ അല്ലേ? ഇതെല്ലാം വെറുതെ വെഡിത്തരാണ്. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ കേൾക്കുമ്പോ അങ്ങയുടെ മനസ്സ് അലോസരമാവോ? അതിനോട് പ്രതികരിക്കാൻ പോവോ? കാരണം ജനങ്ങൾ ഇതിനെല്ലാം വെഡിത്തരമായിട്ട് കാണുന്നു. ഇതെല്ലാം ആള് തിരിച്ചറിയുന്നുണ്ടോ? ഇല്ല, ഞാനൊന്നും പറഞ്ഞില്ല. അതല്ല ഞാൻ ചോദിച്ചു. ഇപ്പൊ ഇത് ഇങ്ങനെയുള്ള അങ്ങ് പറയുന്നത്. ഞാനിപ്പോ ഇന്ന് രാവിലെ പോയപ്പോ ഒരു വീട്ടിൽ കയറിയപ്പോ എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കരുത്, നിങ്ങളെ അറ്റാക്ക് ചെയ്താൽ നിങ്ങൾ സോണിയാഗാന്ധിനെ കുറിച്ച് പറയും. അവരെന്നെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ താല്പര്യമൊന്നുമില്ല, ആരെയും പേഴ്സണൽ അറ്റാക്ക് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം അതിനെല്ലാം ഞാൻ വന്നിരിക്കുന്നു. അങ്ങനെ തെറി പറഞ്ഞ് രാഷ്ട്രീയം ചെയ്യാൻ ആണെങ്കിൽ ഞാൻ ആവശ്യമില്ല. എനിക്കിപ്പോ 18 കൊല്ലമായിട്ട് ഞാൻ MP ആയിരുന്നു, ഞാൻ മന്ത്രിയായിരുന്നു. എന്റെ 18 കൊല്ലത്തിന്റെ റെക്കോർഡ് നോക്കിയാൽ ഞാൻ എന്തൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ ഇപ്പൊ തുടങ്ങുന്നത്? മുതലേ അങ്ങയുടെ ഈ രാഷ്ട്രീയ വീക്ഷണം തന്നെ കുറച്ചുകൂടെ ഒരു വികസനോന്മുഖമാണ്, ബേസ്ഡ് ഓൺ ഡെവലപ്മെന്റ് എന്നുള്ള ഇതിലാണ് അങ്ങ് പോകുന്നത്. ഞാൻ കുറച്ചുകൂടെ ഇതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അങ്ങയുടെ ജീവിതത്തിൽ അങ്ങ് ഒരുപക്ഷെ ഒരുപാട് പ്രൊഫഷണൽ മേഖലകളിലൊക്കെ അങ്ങ് വർക്ക് ചെയ്തിട്ടുണ്ട്. IT രംഗത്ത് അങ്ങയുടെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിയമം എന്ന് പറയുന്ന ഈ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ യങ്സ്റ്റേഴ്സിനെ അങ്ങേക്ക് കാണാൻ പറ്റുമോ? അവരെങ്ങനെയാണ് അവരുടെ ഒരു അപ്രോച്ച്? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന എനിക്ക് തന്നെ വളരെ എന്നെ എനർജൈസ് ചെയ്യുന്നത്, എനിക്കൊരു പ്രോത്സാഹം, ആത്മവിശ്വാസം കിട്ടുന്നത് ഇവരെ മീറ്റ് ചെയ്യുമ്പോഴാണ്. ഞാൻ എൻ്റെ നോമിനേഷൻ കൊടുക്കാൻ പോകുന്ന ആ ദിവസം എൻ്റെ ഒപ്പം മധ്യപ്രദേശിൻ്റെ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു, അപ്പോൾ രാജസ്ഥാൻ ചീഫ് മിനിസ്റ്റർ. ഞാൻ അവിടെ കയറുമ്പോൾ 3 യുവാക്കൾ വന്നിട്ട് എനിക്ക് കാശ് തരാണ്. രാജീവേട്ടൻ മുഖ്യമന്ത്രി ആവണം, രാജീവേട്ടൻ ജയിക്കണം, രാജീവേട്ടനെ സഹായിക്കാൻ ഞങ്ങൾ വന്നിരിക്കുന്നത്, നിങ്ങളെ പോലെ ടെക്നോക്രാറ്റാണ് ഞങ്ങളുടെ നേതാവ് ആവേണ്ടതെന്ന് അവർ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കാശൊന്നും വേണ്ട, എൻ്റെ കടുമായിട്ട് ഞാൻ കാണുന്നത് നിങ്ങളെ സഹായിക്കാനാണ്, നിങ്ങൾ എന്നെ സഹായിക്കരുത്. പക്ഷെ ഒരു യൂത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ആണ് മാറ്റം കേരളത്തിൽ വരുന്നു. ഈ കുട്ടികൾക്ക് അവർ തീരുമാനിച്ചു കഴിഞ്ഞു ഇങ്ങനത്തെ ഒരു ഭാവിയല്ല ഞങ്ങൾ വേണ്ടത്. സമരം ചെയ്ത് സമരം ചെയ്ത് മാത്രം പിന്നെ കോളേജസ് അൺസേഫ് ആവുന്നു, അവിടെ മദ്യവും ലഹരിയും വയലൻസ് ആണ് കിട്ടുന്നത്, ഒരു മോഡേൺ ലാബ് കിട്ടുന്നില്ല, പഠിക്കാനും സാധിക്കുന്നില്ല, തൊഴിലും കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോ കുട്ടികൾ, ഞാൻ 24 മുതൽ ഇന്ന് വരെ ഒരു മിനിമം 2000 റെക്കമെൻഡേഷൻ ലെറ്റർ സൈൻ ചെയ്ത വ്യക്തിയാണ്. അമ്മമാര് കുട്ടികളെ പുറത്ത് പോയി അഡ്മിഷൻ ചോദിക്കുന്ന റെഫറൻസ് ലെറ്റേഴ്സ് ബാംഗ്ലൂര്, ഹൈദരാബാദ്, ഡൽഹി, നോയിഡ. അപ്പൊ അമ്മമാരെന്നെ തീരുമാനിക്കുന്നു കുട്ടികൾ പഠിക്കരുത്, പുറത്ത് പോയി പഠിക്കൂ. പണ്ട് കാലത്ത് തൊഴിലവസരങ്ങൾ നോക്കാനാണ് കുട്ടികൾ പുറത്തു പോയത്, ഇന്നിപ്പോ പഠിക്കാനും പുറത്തു പോകുന്നു. അത് ആ അവസ്ഥ ഒരു സസ്റ്റൈനബിൾ അവസ്ഥയല്ല. അങ്ങ് കേരളത്തിലേക്ക് അങ്ങൊരു സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് വന്നപ്പോ അങ്ങ് ഏറ്റവും മടുപ്പിച്ച കാര്യം എന്താണ് കേരളത്തിലെ? മടുപ്പിച്ച കാര്യം പുറത്തു നിന്നാണല്ലോ അങ്ങ് കേരളത്തെ നോക്കി. അതല്ല, മടുപ്പിച്ച കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഓരോരോ ഇന്റലക്ച്വൽ ജയൻസ് ഉണ്ടല്ലോ രാഷ്ട്രീയത്തില്, അവരെല്ലാം ചെയ്യുന്നത് തന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ ഞാൻ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയ. ഞാൻ മത്സരിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നുണ പറയുന്ന രീതി ഓക്കെ,
രാഷ്ട്രീയത്തിൽ നുണക്കാരുണ്ട്. അത്യാവശ്യമുണ്ട്. ഉണ്ട്. അത് അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ആണ്. പക്ഷെ ചില ഇന്റലക്ച്വൽ പഠിച്ച് ഉയർന്നു വന്ന ആൾക്കാർ തന്നെ അത് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ഒരു എന്താ ഒരു അഭിനയമായിട്ടാണോ അങ്ങ് കാണുന്നത്, അതോ അറിയില്ല, എനിക്കറിയില്ല. ഇവിടെ വരെ മാർഗമില്ലാത്തതുകൊണ്ട് ആ വഴിയല്ല ഞാൻ കാണുന്നത്. ആക്ച്വലി ഈ നാട്ടിൽ 2 ടൈപ്സ് പോളിറ്റിക്സാ. ഒന്ന് ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്, അത് ചെയ്ത് കാണിച്ച് അതിനുവേണ്ടി അധ്വാനിക്കുക, അത് ബ്രെയിൻസ് ഉപയോഗിക്കുക, ബ്രോൺ ഉപയോഗിക്കുക, ഒരു പെർഫോമൻസിന്റെ ഒരു രാഷ്ട്രീയം. മറുവശത്ത് ഒരു ലേസി പോളിറ്റിക്സാ. 10-20 കൊല്ലമായി MLA ആവുന്നു, MP ആവുന്നു, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ ഇലക്ഷന്റെ സമയത്ത് ഒരു 10-15 ദിവസം മുമ്പ് എന്തെങ്കിലും വന്ന് പറയാ, ജനങ്ങൾ വിഡ്ഢിയാക്കുക, കണ്ണിൽ പൊടി ഇട്ട് രാഷ്ട്രീയം ചെയ്യുക. അപ്പോൾ അതിൽ ഞാൻ ഇവിടെ വരുന്ന മുമ്പ് ഞാൻ വിചാരിച്ചു, ഇത് ഓക്കെ, ഇതൊരു മറ്റൊരു ടൈപ്പ് രാഷ്ട്രീയക്കാരായിരുന്നു ഇത്. ഞാൻ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇന്റലക്ച്വൽ ആണെങ്കിൽ ഈ BJT ഹാളിൽ ഇപ്പൊ അയ്യങ്കോടി ഹാളാണത്. ഈ BJT ഹാളിൽ ഒരിക്കലും ഡോക്ടർ റെജിമേനും PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസംഗിക്കാൻ പോയി. അപ്പോൾ റെജിമേൻ ഇതൊക്കെ റിസർച്ച് ചെയ്ത് ഒരു 20 പോയിന്റ് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ആരും കൈയടിച്ചില്ല. അപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി 1/2 മണിക്കൂർ പ്രസംഗിച്ച് എല്ലാവരും കൈയടിച്ചു. എന്താ ഈ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അങ്ങേക്ക് പൊതുജനത്തിനെ അറിയത്തില്ല, അത് തന്നെയാണ് പ്രശ്നം. അവരുടെ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കാര്യം അല്ല, അത് ഞാൻ അങ്ങനെ കാണുന്നില്ല. ഞാൻ ഇത് ജനങ്ങളെ ബ്ലെയിം ചെയ്യുന്നില്ല. ഇത് നമ്മൾ കണ്ടീഷൻ ചെയ്യാണ്. അല്ല, അവരങ്ങനെ ആയിപ്പോയി. അതാ, അങ്ങനെ ആയിപ്പോയി. കാരണം വേറെ ആരും ഒന്നും ചെയ്യുന്നില്ല. 70 കൊല്ലമായിട്ട് ഇയാളാണോ മറ്റാളാണോ രണ്ടുപേരും അങ്ങനെ തന്നെ ചെയ്യുന്ന. വിവാദം മാത്രം, നുണ മാത്രം. നുണകൾ കേട്ട് മടുത്തോ? പക്ഷേ പൊതുവെ അങ്ങയുടെ ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഇപ്പോൾ? കാരണം കഴിഞ്ഞ എനിക്കൊന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങ് നന്നായിട്ട് ആളുകൾ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ പല രീതിയിലുള്ള ആക്രമണങ്ങളായിരുന്നു. ചിലത് ഇൻഡിവിജ്വലെ വ്യക്തിപരമായിട്ട് ആക്രമിക്കുന്നു, ചില രാഷ്ട്രീയം വെച്ച് ആക്രമിക്കുന്നു. അപ്പോൾ ഈ പരമാവധി ആക്രമണ വിധേയമായിട്ട് ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ നല്ല ഉറക്കം കിട്ടുമോ, അതോ അങ്ങനെ ഒരു സ്വഭാവം? എനിക്ക് 18 കൊല്ലമായിട്ട് ഞാൻ എന്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ്, ഈ അക്രമ രാഷ്ട്രീയത്തിന് ഫസ്റ്റ് എക്സ്പീരിയൻസ് 2008 2G സ്കാം എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞ് 2010 എൻ്റെ 10 മുതൽ എന്നെ ഒരു 10 തവണ കോൺഗ്രസ് റെയ്ഡ് ചെയ്താ. ഞാൻ അങ്ങനെ റെയ്ഡ് മാത്രമല്ല, റെയ്ഡ് ചെയ്തിട്ട് എന്നോട് ചില ഇൻകം ടാക്സ് റെയ്ഡ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു ഇത് സെറ്റിൽ ചെയ്യണമെങ്കിൽ കാർത്തി ചിദംബരനെ വിളിച്ചാൽ മതി. അത് എല്ലാം സഹിച്ചും പിന്നെ അതിനെ സൈലൻസ് ചെയ്യാൻ. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്റെ ഒരു കണക്ഷൻ, ഒരു ചാനൽ എന്തോ എക്സ്പോസ് ചെയ്തപ്പോ LDF-കാര് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഒരു റിസോർട്ടില് 8 കോടി ഡാമേജ് പ്രശ്നമായത്. അപ്പോ ഇതെല്ലാം നടന്നു. എന്നെ ഒരു എഫക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയില്ല. അപ്പോ ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇഷ്യൂ ഏറ്റെടുത്താണ്ടല്ലോ അത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ പിന്മാറും. അതുവരെ അങ്ങനെയൊന്ന് അലോസരപ്പെടുത്തുന്ന എന്തോ വഴിയപ്പോ എന്തോ എന്നെ വറിയാക്കാനൊന്നും അതൊന്നും പറ്റില്ല. അത് ശ്രമിക്കണ്ട എന്നാണ് എന്റെ ഒരു സജഷൻ. എന്നെ തോൽപ്പിക്കണമെങ്കിൽ ഈ വികസന രാഷ്ട്രീയത്തില് നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ നല്ലൊരു ഐഡിയ കൊണ്ടുവരിക, എന്നേക്കാൾ കൂടുതൽ നന്നായി അധ്വാനിക്കുക. അങ്ങനെ എന്നെ തോൽപ്പിക്കാൻ കഴിയും. പക്ഷെ ഈ മറ്റേ തന്ത്രങ്ങളല്ലല്ലോ. ഇപ്പോ നമ്മളെ സഖാവ് ശിവൻകുട്ടിജി ചെയ്യുന്ന പോലെ രാജീവ് എന്നൊരു പേര്, ഒരു ബ്രാഞ്ച് സെക്രട്ടറി, രാജീവായ ഒരു ബ്രാഞ്ച് സെക്രട്ടറിനെ ഇൻഡിപെൻഡന്റ് ആയി മത്സരിപ്പിക്കും, ജനങ്ങൾ വിഡ്ഢിയാക്കാൻ നോക്കുക. പിന്നെ ലേബർ മിനിസ്ട്രിന്ന് എല്ലാവരെയും ഇലക്ഷൻ കമ്മീഷനിൽ കയറ്റുക. ഇതെല്ലാം ഞാൻ ഇത് ഞാൻ കാണുമ്പോ തന്നെ ശിവൻകുട്ടിയുടെ വെല്ലുവിളി എവിടെ വരെ എത്തിയിരിക്കുക. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, അദ്ദേഹം എത്ര കൊല്ലം ജനങ്ങളെ കാത്തിരുത്തി വികസനത്തിന് വേണ്ടി. ഇന്നും നിയമത്തിൽ എവിടെ പോയാലും ഞാൻ 10,000 ഉദാഹരണം കാണിച്ചു തരാം. 10 കൊല്ലം 20 കൊല്ലം പരിഹരിക്കാണ്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ജനങ്ങൾ കാത്തിരുന്നല്ലോ. ഇനിയിപ്പോ അദ്ദേഹം കുറച്ച് കാത്തിരിക്കട്ടെ, ഞാൻ തീരുമാനിക്കാം. അങ്ങ് ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു, ഇന്ന് സമയവും തീയതിയും ഒക്കെ ഫിക്സ് ചെയ്യാൻ ഇയാളാരാ ഒരു ചോദ്യം ചോദിച്ചു. അത് മാത്രല്ല, ഞാൻ സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഒപ്പമാണ്. മുഖ്യമന്ത്രി ആദ്യം ഒരു മോഹം കൊടുത്തല്ലോ ശിവൻകുട്ടിയായിട്ട്. അല്ലല്ല, ഞാൻ ആരുടെ ഒപ്പം ചർച്ച ചെയ്യാൻ ഞാനൊന്നും മോഹിപ്പിച്ചില്ല. ഞാൻ പറഞ്ഞത് എന്താണ്, മുഖ്യമന്ത്രി
10 കൊല്ലം മുമ്പേ എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞ് വോട്ട് നേടിയ ഒരു വ്യക്തിയാണ്. 10 കൊല്ലം ഭരിച്ചു. ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം, രാജ്യത്തെ വിലക്കയറ്റം കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ കേരളത്തിലാണ്. അപ്പോ എന്ത് ശരിയായി? അതൊരു ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ? എല്ലാം ശരിയാവും. എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഇനിയിപ്പോ മറ്റാരുണ്ട് എന്ന് പറയുന്നത് ഇതെല്ലാം ചർച്ച ചെയ്യേണ്ട ഇഷ്യൂ അല്ലേ? അപ്പൊ മുഖ്യമന്ത്രി വന്ന് ചർച്ച ചെയ്യണം. പക്ഷെ നിങ്ങളത് കുത്തിയില്ലല്ലോ അതിനകത്ത്. മറ്റാരുണ്ട് കേരളത്തിന് നേരെയാക്കാൻ എന്നുള്ളത്? അത് ഞാൻ ആവശ്യമില്ല. ജനങ്ങൾ തന്നെ കുത്തും. BJP അങ്ങനെ സംസ്ഥാന അധ്യക്ഷനല്ലേ ചോദിക്കുക. സാധാരണ ഞാൻ അതിന് ആ പെറ്റി ഇഷ്യൂ ഒന്നും ഞാൻ പോകാൻ ജനങ്ങൾ ഏറ്റെടുത്തു. മറ്റാരുണ്ട് ശബരിമല കൊള്ള ചെയ്യാൻ, മറ്റാരുണ്ട് SDPന്റെ ഒപ്പം രാഷ്ട്രീയം ചെയ്യാൻ, മറ്റാരുണ്ട് എക്സാലോജിയിൽ കാശിടാൻ, ഇതെല്ലാം അവരെന്നെ ചോദിക്കുന്നു. അപ്പൊ ഞാൻ എന്തിനാണ് അതിൽ പോയി ചാടേണ്ടത്? ഞാൻ ചോദിക്കുന്നത്, അങ്ങയുടെ ആ നോമിനേഷൻ കൊടുക്കാൻ പോയപ്പം ചെറുപ്പക്കാർ പറഞ്ഞില്ലേ ഒരു മുഖ്യമന്ത്രിയുടെ കാര്യം. അപ്പോൾ ഈ BJP അല്ലെങ്കിൽ NDA ഇത്തവണ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അവതരിപ്പിച്ചില്ല. മനഃപൂർവ്വമാണോ? ഇല്ല, അങ്ങനെ ഞങ്ങൾ ചെയ്യാറില്ലല്ലോ. ഇല്ല. അത് ഏത് സ്റ്റേറ്റിൽ നോക്കിയാലും NDA ബീഹാറിലും ചെയ്തില്ലല്ലോ. ബീഹാറിലും ചെയ്തില്ല, UP-ലും ചെയ്തില്ല. BJPയുടെ നയം അങ്ങനെയാണോ? അങ്ങനെയാണ്. അത് ലെജിസ്ലേറ്റീവ് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു ഇഷ്യൂ ആണ്. അങ്ങനെ ഒരാളെ പ്രൊജക്ട് ചെയ്യുന്ന പരിപാടിയില്ല. ഇല്ല. നമ്മൾ നിയമത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ശരിക്കും നിയമം കേരള നിയമസഭയിലേക്ക് BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കാൻ അവസരം കിട്ടിയ ഒരു സ്ഥലമാണ്. കറക്റ്റ്. ഇപ്പോൾ രാജഗോപാൽ അദ്ദേഹത്തിന്റെ വ്യക്തിത്വ പ്രഭാവമൊക്കെ അതിനകത്ത് വളരെ കാര്യമായി പങ്കുവഹിച്ചിരുന്നു. 2016 അങ്ങനെ BJP കേരളത്തിൽ ഒരു ചരിത്രം എഴുതുന്നു. അപ്പോൾ അടുത്ത തവണ BJPക്ക് നഷ്ടപ്പെടുന്ന നിയമം ഇപ്പോൾ വീണ്ടും അങ്ങ് വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പിന്റെ നടുവിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നിയമത്തെ വീണ്ടും ഒരു അക്കൗണ്ട് തുടരാൻ അങ്ങേക്ക് ഉപകാരപ്പെടുമോ? അതാണ് എന്റെ പ്രതീക്ഷ. അതാണ് ഞാൻ കേൾക്കുന്നതും കാണുന്നതും. ഏറ്റവും വലിയ സാധ്യത രാജീവ് ചന്ദ്രശേഖർ എന്ന സ്ഥാനാർത്ഥിക്ക് നിയമത്തെ എന്താണ്? അല്ല, സാധ്യത എന്ന് പറഞ്ഞാൽ അങ്ങ് കാണുമ്പോ ഇത്രയും ദിവസം കഴിഞ്ഞ് ഇനി ആകെ കഷ്ടിച്ചൊരു 8 ദിവസമല്ലേ ഉള്ളൂ. ഇല്ല, ഈ ഡെമോക്രസിയിൽ എന്താണ് ഏറ്റവും വലിയ തെളിവ്? ജനങ്ങളുടെ റെസ്പോൺസ്. ഞാനിപ്പോ ഒരു 10 ദിവസമായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നു, എല്ലാവരും പോയി കാണുന്നു, എല്ലാവരും പ്രശ്നങ്ങൾ കേൾക്കുന്നു. അല്ല, വീടുകളൊക്കെ കയറുമ്പോ അങ്ങ് ആ രീതിയിൽ വോട്ട് പിടിക്കുന്നുണ്ടല്ലോ. പിന്നെ അപ്പൊ അങ്ങനെ കയറുമ്പോ വീട്ടിലേക്കുള്ള, പ്രത്യേകിച്ച് വീട്ടമ്മമാരാണല്ലോ പലപ്പോഴും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അങ്ങേക്കൊരു ഇപ്പം എനിക്കൊന്ന് കേരളത്തിന്റെ പൊളിറ്റിക്സിന് രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി നന്നായിട്ട് അറിയാം. അങ്ങ് വന്ന സമയത്ത് ഒരു അവസ്ഥയല്ല ഇപ്പോ. അപ്പൊ അത് നിയമത്തെ എങ്ങനെ പ്രതിഫലിക്കുന്നു? ഇല്ല, എല്ലാവരും പറയുന്നുണ്ട്. ഞാൻ ഇതുവരെ കണ്ട എല്ലാവരും പറയുന്നുണ്ട് മതിയായി. അവർക്ക് ഏറ്റവും വലിയ അവരുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മതിയായി എന്നാണ്. ഒരു മാറ്റം വേണമെന്ന് അവർ പറയുന്നു. അത് രാജീവ് ചന്ദ്രശേഖർ ഇൻസിഡന്റൽ ഇഷ്യൂ ആണ്. രാജീവ് ചന്ദ്രശേഖർ ഈ മാറ്റം കൊണ്ടുവരും എന്ന് അവർക്കൊരു പ്രതീക്ഷയുണ്ട്, അവർക്കൊരു വിശ്വാസമുണ്ട്. പക്ഷെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മാറ്റമാണ്. കാരണം അവർ പറയുന്നു മതിയായി. എൻ്റെ വീട്ടിൽ ഡ്രെയിനേജ് ഇല്ല, സൂവേജ് ഇല്ല, മാലിന്യത്തിന്റെ പ്രശ്നമാണ്, തെരുവ് നായന്റെ പ്രശ്നമാണ്. 10 കൊല്ലമായിട്ട് ഒന്നും ചെയ്യുന്നില്ല, ആരും ചെയ്യുന്നില്ല. ഇന്നിപ്പോ അവര് മനസ്സിലായിട്ടുണ്ട് കോർപ്പറേഷൻ BJP ഭരിക്കുന്നു. അതിൻ്റെ ഒപ്പം MLA-മാരും BJP ആയാൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു ഇംപ്രഷൻ ജനങ്ങളുടെ മനസ്സിൽ BJP ജയിക്കില്ല എന്നൊരു വികാരം, ഒരു ജനറൽ പെർസെപ്ഷൻ ആയിരുന്നു. പക്ഷെ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നു. മത്സരിക്കാൻ നിൽക്കുന്നു. വെറുതെ എന്തിനാ വോട്ട്? ഞാൻ നിലമ്പൂരിൽ ബൈ ഇലക്ഷന് പോയപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഞാൻ 2-3 വീട്ടിൽ കയറി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞങ്ങളെ സ്ഥാനാർത്ഥിക്ക് വോട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഒരു അമ്മ എന്റെ കൈ പിടിച്ച് പറഞ്ഞു, ഞങ്ങൾ എത്ര കൊല്ലമായി റെഡിയാണ് നിങ്ങളെ ജയിപ്പിക്കാൻ, പക്ഷെ നിങ്ങൾ ജയിക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വോട്ട് വേസ്റ്റ് ചെയ്യേണ്ടതാണ് ഞങ്ങളുടെ അഭിപ്രായം. മാറി. അത് 100% മാറി. ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ ഇംപ്രഷൻ 100% ഡിസപ്പിയർ. ഈ ത്രികോണ മത്സരമാണ് നേമത്ത്. K. ശബരിനാഥൻ, E. ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ ഈ മത്സരം, ഈ ത്രികോണ മത്സരം ആവുന്ന സമയത്ത് ചിലപ്പോൾ ചില വോട്ട് മറിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള സ്ഥിതിവിശേഷം ചില മണ്ഡലത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നു. നിയമത്ത് അങ്ങനെ എന്തെങ്കിലും ഭയം അങ്ങേ അലട്ടുന്നുണ്ട്? ഭയമല്ല, ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കാരണം ഇവര് ഡീൽ എന്ന് പറഞ്ഞ് കുറച്ചു കാലമായിട്ട് അവർ തന്നെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഈ ഡീലിനെ കുറിച്ചൊരു ഇവിടെ പോസ്റ്റ് ഡോക്ടറൽ സ്റ്റുഡൻസും PhD ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കോൺഗ്രസിനും CPM-നാണ്. അവരാണ് അതിന്റെ തീസിസും തിയറിയെല്ലാം എഴുതി വെച്ചിരിക്കുന്ന വ്യക്തികൾ. അപ്പോ അവര് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ ഈ തവണ അതെല്ലാം ചെയ്താണല്ലോ, ജനങ്ങൾ അവരെ ക്ഷമിക്കില്ല, അവര് വിടില്ല. BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിട്ട് ഞാൻ ചോദിക്കാൻ, സംസ്ഥാനത്ത് നിയമത്തെ തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് വരാം.
ഈ BJPയുടെ ഒരു സംസ്ഥാന ലെവൽ പൊളിറ്റിക്സും നേട്ടങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ, ഇപ്പോഴത്തെ ഇലക്ഷൻ വർക്കും ഒക്കെ പരിഗണിക്കുമ്പോൾ ഒരു എത്ര സീറ്റുകളിലേക്ക് ജയിക്കാൻ സാധ്യതയുണ്ട്? അത് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ ലോജിക്ക് പറഞ്ഞുതരാം. ഇന്നിപ്പോൾ ചില സീറ്റ് മലപ്പുറത്ത് ചില സീറ്റ് മാറ്റി വെച്ചാൽ ബാക്കി 120+ സീറ്റിൽ ഡിസാറ്റിസ്ഫാക്ഷൻ കോൺഗ്രസിന്റെ എതിരെയും CPM-ന്റെ എതിരെ ഡിസാറ്റിസ്ഫാക്ഷൻ 62%, 68%. അത്രയുണ്ടോ? അത്ര ഹൈ ആണ് ഡിസാറ്റിസ്ഫാക്ഷൻ. ഒരു സയൻസ് വിദ്യാർത്ഥി ആയതുകൊണ്ട് പറയുന്ന കണക്കും ശാസ്ത്രീയമാണോ? അല്ലല്ല, ഞാൻ ചെയ്തതാണ്. അപ്പൊ എനിക്കിപ്പോ അതുകൊണ്ട് എനിക്ക് വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷെ അങ്ങനെ ഡിസാറ്റിസ്ഫാക്ഷനാണ്. ആ ഡിസാറ്റിസ്ഫാക്ഷനിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങളാണ് ഒരു എന്താ ഓൾട്ടർനേറ്റ്. ഞങ്ങളുടെ കാഴ്ചപ്പാട് വികസനമാണ്, ഞങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഞങ്ങൾക്കൊരു അവസരം കിട്ടിയാൽ ഞങ്ങൾ ചെയ്യും എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ആ 120 സീറ്റിൽ ഞങ്ങൾ സഹായിക്കില്ല? എൻ്റെ ഒരു ലോജിക്കൽ കാൽക്കുലേഷൻ. അപ്പോ ഇന്ന സീറ്റ് മാത്രം കിട്ടും. പക്ഷെ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു 40 സീറ്റിൽ 3-way ഫൈറ്റാ. ഒരു 38 to 40 സീറ്റിൽ ഭയങ്കര ടൈറ്റ് 3-way ഫൈറ്റാണ്. അതും ചെറിയ മാർജിനൊക്കെ ആയിരിക്കും അവിടെ. ബാക്കി ഒരു 100 സീറ്റിൽ മോറലെസ് 2-way ഫൈറ്റാണ്. ചില സ്ഥലത്ത് CPM വേഴ്സസ് UDF, ഈ മലപ്പുറം ആ ഏരിയയിലെല്ലാം. ചില സ്ഥലത്ത് UDF വേഴ്സസ് NDA, ചില സ്ഥലത്ത് LDF വേഴ്സസ് NDA. പക്ഷെ കോർ 3-way ഫൈറ്റ് നടക്കുന്നത് ഒരു 40 സീറ്റ് 45 സീറ്റിലാണ്. ഈ നമ്മളിപ്പോൾ നിങ്ങളുടെ തന്നെ ചില നേതാക്കന്മാരോടൊക്കെ ചില സ്വകാര്യ സംഭാഷണങ്ങൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് 2031 തെരഞ്ഞെടുപ്പിൽ BJP സംസ്ഥാനത്ത് അധികാരത്തിൽ വരും, അതാണ് ഞങ്ങളുടെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഇത് ഒരു യാത്ര നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് അതിൽ നിന്ന് വ്യംഗ്യം. അപ്പോൾ അല്ല, ചില നേതാക്കന്മാർ സ്വകാര്യമായിട്ടൊക്കെ പറയുന്നതാണ്. അപ്പം നിങ്ങൾ ഇപ്പോൾ അധികാരത്തിൽ വരൂ എന്ന് ചോദിച്ചാൽ ഇപ്പം ഞങ്ങൾ കുറച്ച് സീറ്റുകൾ കരസ്ഥമാക്കുന്നു, അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര കുറച്ചുകൂടെ ശക്തി കൂടുന്നു, 2031 കേരളത്തിന്റെ ഭരണം പിടിക്കുന്നു. അപ്പൊ അങ്ങയുടെ ഒരു സ്ട്രാറ്റജി എന്താണ്? ആ തിയറിയിൽ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ത്രിപുരയിൽ വന്ന മാറ്റം അങ്ങനെയല്ല വന്നത്. വെസ്റ്റ് ബംഗാളിൽ വന്ന ഈ 31 ഞാൻ പറഞ്ഞ മാറ്റം ഇപ്പൊ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അങ്ങ് പറയുന്നത്. 100%. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെയാണല്ലോ പൊളിറ്റിക്കൽ ചേഞ്ച് വരുന്നത്. ഈ കൊടുങ്കാറ്റ് വരുമ്പോ, ചേഞ്ചിന്റെ കാറ്റ് വരുമ്പോ അത് ഒരു 10 കൊല്ലത്തിന്റെ കാറ്റൊന്നുമല്ല. ഒറീസയിൽ എങ്ങനെയാണ് നവീൻ പട്നായിക് പെട്ടെന്ന് മാറിയത്? വെസ്റ്റ് ബംഗാളിൽ എങ്ങനെയാണ് CPM പെട്ടെന്ന് ഒരു ഇലക്ഷന് പോയത്? ത്രിപുരയിൽ അങ്ങനെ ഒരു കൊടുങ്കാറ്റ് കേരളത്തിൽ അടിക്കുന്നുണ്ടോ? അങ്ങനെ പറത്താൻ വേണ്ടി അല്ല, ഈ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഫിലോസോഫിക്കൽ കൊടുങ്കാറ്റാണ്. ഒരു കാറ്റ് എന്ന് പറഞ്ഞാൽ റോഡിൽ ആൾക്കാർ വന്ന് അതൊന്നുമല്ല. ഒറീസയിൽ എന്തായിരുന്നു? ഒരു പെർസെപ്ഷനൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ഒരു കാറ്റോ കൊടുങ്കാറ്റ് ഉണ്ടെന്ന് തന്നെ ആർക്കും അറിഞ്ഞില്ല. പക്ഷെ റിസൾട്ട് വന്നത് ഒരു വേവ് ആയിരുന്നു. ഈ സീറ്റുകൾ നൽകിയപ്പോൾ അങ്ങ് എടുത്തൊരു മുൻകരുതൽ എന്താണ്? ഇപ്പൊ ആ സമയത്തൊക്കെ കേട്ടൊരു വാദം, ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ വിവാദങ്ങളില്ലാത്തൊരു പ്രഭാതം ഉണ്ടാകില്ല, എനിക്കറിയാലോ. രാജീവ് ചന്ദ്രശേഖരന്റെ ഗ്രൂപ്പിലുള്ളവർക്ക് സീറ്റ് കൂടുതൽ കൊടുത്തു എന്നൊക്കെ ഇങ്ങനെ പിന്നാമ്പുറങ്ങളിൽ സംസാരം ഉണ്ടായിരുന്നു. എന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് അല്ല എന്നാ പറയുന്നത്. അപ്പൊ അങ്ങേല് പറഞ്ഞു കാണത്തില്ല, പക്ഷെ പുറത്ത് അങ്ങനെ അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ ഈ പാർട്ടിയില് ഞാൻ വന്ന മുതൽ ഒരു ഇഷ്യൂ ക്ലിയർ ആണ്. ഇവിടെ ഒരു ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. ആ ഗ്രൂപ്പിന്റെ പേരാണ് നരേന്ദ്രമോദിജി ഗ്രൂപ്പ്. വേറെ ഗ്രൂപ്പിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാണ്. അപ്പോ ഇവിടെ ഒരു ഗ്രൂപ്പ് വഴക്ക് കേന്ദ്ര നേതാക്കന്മാരെയൊക്കെ അമ്പരപ്പിക്കുകയും അലോസരപ്പെടുത്തുകയും ചെയ്യുന്നൊക്കെ ഇടയ്ക്ക് വാർത്ത ഉണ്ടായിരുന്നു. അതെല്ലാം നോക്കുക, അതെല്ലാം ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട്, പറയാനും ആൾക്കാരുണ്ട്. ഇവിടെ എല്ലാം മെറിറ്റ് ബേസ്ഡ് ആണ്, പെർഫോമൻസ് ബേസ്ഡ് ആണ്. എല്ലാവർക്കും അവസരങ്ങളുണ്ട്. പക്ഷെ ആ അവസരം എടുത്തിട്ട് എന്ത് ചെയ്യും അത് തീരുമാനിക്കേണ്ടത് ആ ലീഡറാണ്, അല്ലെങ്കിൽ ആ പ്രവർത്തകനാണ്. സോ അങ്ങനെയൊന്നുമല്ല. മലയാള ടെലിവിഷനിൽ ഡീൽ ഓർ നോ ഡീൽ എന്ന് അവതരിപ്പിച്ച നടൻ മുകേഷ് ആയിരുന്നു. ഒരു പ്രോഗ്രാമായിരുന്നു, ഏഷ്യാനെറ്റിൽ വന്ന പ്രോഗ്രാമായിരുന്നു. അപ്പൊ ഇത് എന്നാൽ ഇന്നിപ്പം കേരളത്തിന്റെ പൊളിറ്റിക്സിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കായിട്ട് ഡീല് മാറിയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് ഒരു 3 ദിവസം ചർച്ച ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുതിയൊരു സാധനം വരുമ്പോൾ ഈ ഡീല് മാറും. പക്ഷെ ആ ഡീല് ഒന്ന് ഇടവേളയിട്ടെങ്കിലും പിന്നെയും വന്നു. അപ്പൊ ഈ എനിക്ക് തോന്നുന്നത് നിങ്ങളെ ഒന്ന് തളയ്ക്കാനും അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് അമ്പരപ്പിക്കാനും ഈ ഡീല് നിങ്ങൾ നടത്തി എന്ന് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിലൊരു ട്രാക്ഷനില്ല. കാരണം അതൊരു പച്ചക്കള്ളമല്ലേ. നോക്കൂ, അതിൽ ആരാണ് വിശ്വസിക്കുന്നത്? കോൺഗ്രസ് വിശ്വസിക്കാൻ
ഒരാള് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ചില അയാൾ മണ്ഡലങ്ങൾ കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ച് അവർ പറയുന്നത് അങ്ങ് കൊടുത്ത മണ്ഡലങ്ങളുണ്ടല്ലോ, ഇപ്പൊ റാന്നി, കോന്നി, ആ. അല്ലെങ്കിൽ പാലക്കാട്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അല്ല, അപ്പൊ 2020 മത്സരിക്കുന്നത് ഡീലിന് തൃപ്പൂണിത്തുറ ഇതൊക്കെ പറയുന്നുണ്ട് അവർ. അല്ല, അപ്പൊ 2020 അപ്പൊ ഡീല് 2020യും കോൺഗ്രസ് തമ്മിലാണോ? അല്ല, 2020 നിങ്ങൾ കൊടുക്കുമ്പോ അപ്പൊ അത് തീരുമാനിക്കേണ്ടത് ഡീലുണ്ടോ ഡീലില്ലെന്ന് 2020 തീരുമാനിച്ചോ? കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത് അറിയുമോ, ഇത് ഒരു കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കുന്നതിന്റെ BJPയുടെ അജണ്ടയുടെ ഭാഗമായിട്ട് നിങ്ങൾ ചില സ്ഥലത്ത് ചില സ്ഥാനാർത്ഥികളെ കൊടുത്തിരിക്കുന്നു. അപ്പൊ CPM ഭരിച്ചോട്ടെ, അടുത്ത 31 ആകുമ്പോ അത് ഡീൽ CPM-ന്. അതെ അതെ, CPM-ന് നോക്കൂ, അതങ്ങനെ ഇതില് സത്യം എന്താ, നമ്മളിപ്പോ ഇനിയിപ്പോ അടുത്ത 10 ദിവസം ഉണ്ട് ഇലക്ഷൻ. ഞാൻ ഇന്നൊരു പ്രഡിക്ഷൻ പറഞ്ഞേ, എല്ലാ ദിവസവും ഒരു പുതിയ നുണ വരും. മനസ്സിലായില്ലേ? മാധ്യമസുഹൃത്ത് എന്റെ അടുത്ത് വരും, ഇത് VD സതീശൻ പറയുന്നു, ഇത് പിണറായി വിജയൻ പറയുന്നു, നിങ്ങളുടെ എന്താണ് റെസ്പോൺസ് എന്ന് പറഞ്ഞ് എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കും, BJP-നെ ട്രാപ്പ് ചെയ്യാൻ നോക്കും. കാരണം അങ്ങനെ കേട്ട അങ്ങ് വാ തുറക്കാറില്ലേ, അതോ എന്താ പരിപാടി? അത് സത്യം പറയാം. ബാക്കി എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ വികസിത കേരളം എന്ന് മുന്നോട്ട് വെക്കുമ്പോൾ എങ്ങനെയെങ്കിലും ആ വികസനത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇവരുടെ 24 മണിക്കൂർ അവരുടെ വാർ റൂമിൽ ചർച്ച. മനസ്സിലായില്ലേ? കാരണം വികസനത്തെ കുറിച്ച് ഒന്നും പറയാനില്ല. അപ്പൊ എന്താണ് ഇത് ചെയ്യേണ്ടത്, എങ്ങനെയാ ചവിട്ടി വെക്കേണ്ടത്, എങ്ങനെയാണ് BJP-യിൽ ഈ മൊമെന്റം ബ്രേക്ക് ചെയ്യേണ്ടത്, അവര് ചർച്ച. അത് ഡീൽ. ഓക്കെ, നമ്മൾ ഡീലിനെ കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. മഞ്ചേശ്വരത്ത് ഇപ്പൊ നടന്ന SDPI-ന്റെ പിൻവലിക്കുന്ന സ്ഥിതി ആരോപ്പാ ഡീല്? CPM-നെ കുറിച്ചാണ് ആരോപണം വന്നിരിക്കുന്നത്. അല്ല, അത് ജമാഅത്തെ ഇസ്ലാമിനൊപ്പം രാഷ്ട്രീയം ചെയ്യുന്നത് ആരുടെ ഡീലാണത്? കോൺഗ്രസുമായിട്ടാണ്. കോൺഗ്രസിന്റെ ഡീൽ. ഓക്കെ. തമിഴ്നാട്ടില് 2 പാർട്ടീസ് ഒരുമിച്ച്, കേരളത്തിൽ 2 രാഷ്ട്രീയ പാർട്ടീസ് ഒരുമിച്ച് മത്സരിക്കുന്നത് ആരുടെ ഡീലാണ്? അവിടെ CPM കോൺഗ്രസ് അല്ല. ഇത് ആരെയാ വിഡ്ഢിയാക്കുന്നത്? 27 സംസ്ഥാനം, 8 യൂണിയൻ ടെറിട്ടറീസിലെ ഒഫീഷ്യൽ പൊളിറ്റിക്കൽ അലയൻസിന്റെ ഭാഗമാണ് CPM-ഉം കോൺഗ്രസും. എന്നിട്ട് ഡീല് ഞങ്ങളൊപ്പമാണോ? അല്ല, കേരളത്തിൽ ഇപ്പം SDPI പോലെയുള്ള സംഘടനകൾക്ക് ചില മണ്ഡലങ്ങളിൽ ചില പോക്കറ്റുകളുണ്ട്. ഡീല് ഇവര് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരാണ് ഇന്ത്യ അലയൻസ്. എന്നിട്ടാണ് പറയുന്നത് ഞങ്ങളുടെ ഒപ്പം ഡീല് ചെയ്യുന്നത്. നോക്കൂ, ഇതിൽ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ഉമായിട്ട് നിങ്ങൾക്ക് ഒരു ചങ്ങാത്തം നടത്താൻ പറ്റുമോ? എങ്ങനെ? ഞങ്ങളും CPM ഇങ്ങനെയല്ലേ? സദാനന്ദ മാഷ് അന്ന് രാജ്യസഭയിൽ എന്ത് പറഞ്ഞു? സദാനന്ദ മാഷ് സമ്മതിക്കോ? ഓക്കെ, വിചാരിച്ചോളൂ, ഞാനൊരു പുതിയ ആളാണ്, വലിയൊരു ഇന്റലക്ച്വൽ ജയന്റ് ആണ്, ഞാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കൂ, കോൺഗ്രസിനൊപ്പം ഡീൽ ചെയ്യണം, CPM-നൊപ്പം ഡീൽ. ഞങ്ങളുടെ പാർട്ടി എന്നെ സമ്മതിക്കോ? അത് പ്രവർത്തകരോട് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, സമ്മതിക്കില്ല. കാരണം ഇത് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് പ്രചരിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ. കാരണം അതിന്റെ കാരണം എന്താണ് നമ്മൾ പഠിക്കണം. ഇന്നിപ്പോ ഇത് 2 മിനിറ്റ് എടുക്കാൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇവിടെ വലിയൊരു ആവേശമായിരുന്നു കോൺഗ്രസിന്. എനിക്ക് 100 സീറ്റ്, ഞങ്ങൾ 100 സീറ്റ് കിട്ടും, 120 കിട്ടും, 150 എല്ലാം. പിന്നെ ആരോ പറഞ്ഞു കൊടുത്തു 140 സീറ്റേ ഉള്ളൂ. ഓക്കെ, 140 സീറ്റ് കിട്ടും എന്നെല്ലാം പറഞ്ഞു നടക്കും. ഇന്നിപ്പോ നടക്കുന്നത് എന്താണ്? CPM പൊളിയുന്നു. CPM-ന്റെ വലിയൊരു വീഴ്ച നടക്കുന്നുണ്ട്, അത് എല്ലാവരും അറിയാം. ആ ആന്റി ഇൻകംബൻസി വോട്ടും CPM-ന് കിട്ടുന്ന മുസ്ലിം വോട്ടും പിടിക്കുമെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതീക്ഷ. അതുകൊണ്ടായിരുന്നു 100, 120. ഇന്ന് ആ ആന്റി ഇൻകംബൻസി വോട്ട് കോൺഗ്രസിന് പോകുന്നില്ല, കിട്ടുന്നില്ല, കുറച്ച് കിട്ടുന്നുണ്ട്. മുസ്ലിം വോട്ട് ഭരണവിരുദ്ധ വികാരം ഉണ്ടോ കേരളത്തിൽ? ഉണ്ട്, അതുണ്ട്, 100%. ശബരിമല കൊള്ള കഴിഞ്ഞ് ഈ തൊഴിലില്ലായ്മയും ഈ വിലക്കയറ്റത്തിന്റെ ചർച്ച, ഞങ്ങൾ തുടങ്ങിയ ചർച്ച കേട്ട് ജനങ്ങളുടെ മനസ്സിൽ ആ ഒരു ആന്റി ഇൻകംബൻസി വികാരം ഉണ്ട്. ഞാൻ ഏറെ കോൺഫിഡൻസ് കൊണ്ട് പറയുന്നു. എനിക്കിപ്പോ മുഖ്യമന്ത്രി മുതിർന്ന നേതാവാണ്, പേഴ്സണലായിട്ട് ഒന്നും അദ്ദേഹത്തിന്റെ എതിരെ ഞാൻ പറയുന്നില്ല. CPM ഈ തവണ അവർ ഭരണത്തിൽ വരുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ചാൻസസ്, സാധ്യത മൊട്ടപൂജ്യം മാത്രമല്ല, വലിയ മൊട്ടപൂജ്യമാണ്. കാരണം അവരുടെ ക്യാമ്പിൽ നല്ല ആത്മവിശ്വാസം ഉണ്ട്. അത് ആത്മവിശ്വാസം, അതിപ്പോ മാനുഫാക്ചർഡ് ആത്മവിശ്വാസത്തിന് വലിയ ഡിഫിക്കൽട്ടി ഒന്നും ആവശ്യമില്ല, അതെല്ലാം വിടൂ. പക്ഷേ ലോജിക്കൽ, ഒരു സാധാരണ മലയാളി 10 കൊല്ലം സഹിച്ചതാണ് ഈ സർക്കാർ. ശബരിമല കൊള്ളേനെ കുറിച്ച് കേട്ടതാണ്, 18-ൽ നടന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയതാണ്. ഇന്നും അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാണ്ട് കിടക്കുന്നു. അപ്പൊ എന്തിനാണ് 3-ാം തവണ വോട്ട് കൊടുക്കുന്നത്? ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നു കാരണം. 2 ഓപ്ഷനാണ്. CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസിന് വോട്ട് കൊടുക്കണം, അപ്പോൾ CPM-നും
ഒരു അവസരങ്ങളും കൊടുക്കാം. പക്ഷെ അതല്ലല്ലോ ഇപ്പോൾ ഈ ഇലക്ഷനിൽ NDA എന്ന് പറഞ്ഞ ഒരു മുന്നണി ശക്തമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കേരളത്തിന്റെ രാഷ്ട്രീയം ഒരു വിസിബിൾ, ഇതൊരു സൈലന്റ് സെന്റിമെന്റ് ആയിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ഞങ്ങളുടെ പോളിംഗ് എല്ലാം കാണിക്കുന്നത് ഇതാണ്. രണ്ടുപേർക്കും 40 സീറ്റിന് മുകളിൽ പോകാൻ പറ്റുന്നില്ല. ഇത് 100%. അത് താങ്കൾ ചെയ്ത സർവേ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ ആളുകളിൽ ഈ ഡീലുമൊക്കെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ ഒരു കാരണമായെന്ന് പറയും. സാധാരണഗതിയിൽ കേരളത്തിൽ ഒരു 48 മണിക്കൂറിനൊക്കെ ഒരു വിവാദം നിൽക്കാറില്ല. എത്ര നമ്മൾ ശക്തിപ്പെടുത്തി നിർത്തി അത് നന്നായിട്ട് ഫീഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് മിന്നാന്നൊരു മീഡിയ ഒരു ജേർണലിസ്റ്റ് മൈക്കിട്ട് ഞാൻ പറയും 2 ദിവസമായിട്ട് പൊളിഞ്ഞില്ലേ ഇത്. ഞാൻ ചോദിച്ചു ഇതിപ്പോ പൊളിന്റെ സെൽ ബൈ ഡേറ്റ് കഴിഞ്ഞല്ലോ. അത് അല്ലല്ല, ഇന്നും ഒരു പ്രസ് റിലീസോ ഒരു പ്രസ് സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസ് തന്നിട്ടുണ്ട്. അവര് വലിയ പ്രഷറല്ല. അങ്ങേക്ക് അറിയുന്ന പോലെ ഇപ്പൊ ഈ അങ്ങേക്ക് ടെലിവിഷൻ ചാനൽ വർക്ക് ചെയ്യാൻ നന്നായിട്ട് അറിയാം. അപ്പൊ ഈ രാവിലെ തന്നെ ഇവരോട് പറഞ്ഞേക്ക നീ എന്തെങ്കിലും പോയി 2 ഹെഡ്ലൈൻ വിവാദം ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് അവർ ചെയ്യുന്നു. ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാൻ വന്നല്ലേ, ഈ അങ്ങ് ഒരു സ്ട്രാറ്റജി അങ്ങേക്ക് ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ 2020 സീറ്റുകൾ കൊടുക്കുമ്പോൾ. അപ്പൊ ഈ തൃപ്പൂണിത്തുറ പോലെ വിജയ സാധ്യതയുള്ള മണ്ഡലം, അല്ലെങ്കിൽ ശബരിമല അയ്യപ്പനടുപ്പുള്ള അത് കറക്റ്റാ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ പറയാം. ഞങ്ങളുടെ സീറ്റ് ഷെയറിങ് ഏറ്റവും വിവാദമില്ലാത്ത സീറ്റ് ഷെയറിംഗ് ആയിരുന്നു. സ്ട്രാറ്റജിക്കൽ ആയിരുന്നു. കാരണം അവർ ചോദിച്ചു ഈ സീറ്റിൽ ഞങ്ങൾക്ക് മത്സരിക്കണം, കാരണം ഞങ്ങൾക്കൊരു പ്രസൻസ് ഉണ്ട്, ഞങ്ങളുടെ സ്ട്രെങ്ത് മുനിസിപ്പാലിറ്റിയിലാണ്, അവരുടെ സ്ട്രെങ്ത് അസംബ്ലി ഔട്ട്സൈഡ് മുനിസിപ്പാലിറ്റിയിലാണ്. അവരൊരു ലോജിക് ഉണ്ടായിരുന്നു. പിന്നെ കോalition ധർമ്മ എന്ന് പറഞ്ഞാൽ ചില സീറ്റുകൾ, ഞങ്ങൾ ശക്തമായ സ്ട്രോങ് സീറ്റുകൾ ഞങ്ങൾ കോalition പാർട്ട്ണറിന് ഞങ്ങൾ കൊടുക്കുന്നു. പക്ഷെ കൊടുക്കുന്നത് തോൽക്കാനല്ല, കൊടുക്കുന്നത് ഞങ്ങളുടെ ശക്തിയും അവരുടെ ശക്തിയും 1+1 = 100 ആക്കാനാണ് ഇതെല്ലാം ചെയ്യുന്നത്. ചില സ്ഥലത്ത് നടക്കും, ചില സ്ഥലത്ത് നടക്കില്ല. പോളിറ്റിക്സിന്റെ ഭാഗമാണ്. 2020 ഒരു കിഴക്കമ്പലം ഒരു സ്ട്രാറ്റജിക്കൽ പൊളിറ്റിക്സ് ആണല്ലോ. അപ്പൊ ഈ കിഴക്കമ്പലം രാഷ്ട്രീയം അത് ഈ യാക്കോബായ സഭ, ഓർത്തഡോക്സ്, ഈ സഭകളുടെ ഒരു പിന്തുണ നിങ്ങൾക്ക് കിട്ടാൻ ഇത് ഉപകരിക്കും എന്ന് എപ്പോഴെങ്കിലും അങ്ങ് വിശ്വസിച്ചിട്ടുണ്ടോ? അല്ല, അത് ഞാൻ അങ്ങനെയല്ലല്ലോ. ആദ്യം മുതൽ ഞാൻ പറഞ്ഞത് ഞങ്ങളൊരു വോട്ട് ബാങ്ക് സ്ലൈസ് ചെയ്തിട്ട് ഞങ്ങൾ സ്ട്രാറ്റജി ഉണ്ടാക്കുന്ന പാർട്ടിയല്ല. എല്ലാവരോടും ഞങ്ങൾ പറഞ്ഞു ഒരേപോലെ തന്നെ പറയുന്നു, വികസനം വികസനം വികസനം, തൊഴിൽ തൊഴിൽ, നിക്ഷേപം നിക്ഷേപം, അഴിമതി രഹിത ഭരണം. അത് ഓർത്തഡോക്സ് ആണോ, യാക്കോബൈറ്റ് ആണോ, മുസ്ലിം ആണോ, ഹിന്ദു ആണോ, സീറോ മലബാർ ആണോ, റോമൻ കാത്തലിക് ആണോ, എല്ലാവരും പറഞ്ഞ ഒരേ കാര്യമായി പറഞ്ഞു. അപ്പോൾ അവരുടെ കുട്ടികൾക്കും ഞങ്ങളുണ്ടാവും, അവരുടെ പ്രശ്നങ്ങൾക്കും ഞങ്ങളുണ്ടാവും, ഇവരുടെ പ്രശ്നങ്ങൾക്കും ഞങ്ങളുണ്ടാവും എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഈ ഓവർ സ്മാർട്ട് രാഷ്ട്രീയം ഉണ്ടല്ലോ, ഭയങ്കര സോഷ്യൽ എഞ്ചിനീയറിംഗ് വിദ്വാന്മാരെല്ലാം, അതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, കഴിവില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. കനകൂലുമാരൊന്നും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയില്ലേ? ആരെ കനകൂലു? നിങ്ങൾക്ക് സ്വന്തമായിട്ട് കനകൂലു ഇല്ലെന്ന് ചോദിക്കുക. കനകൂലിന്റെ ആവശ്യമില്ല. അങ്ങനെ ഞങ്ങളുടെ രാഷ്ട്രീയം ഞങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്ന പാർട്ടിയല്ല. അല്ല, അങ്ങ് ശബരിമലയെ കുറിച്ച് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞു, ശബരിമല സ്വർണ്ണക്കുള്ളയെ കുറിച്ച് പറഞ്ഞു. അല്ല, എനിക്ക് എൻ്റെ ഒരു സംശയം, ഈ ശബരിമല കേസിൽ ഈ തന്ത്രി ഉൾപ്പെട്ടു എന്ന് ഉണ്ടപ്പോൾ അങ്ങ് തന്നെ പ്രസ്താവന കൊടുത്തു. അപ്പോൾ ഈ തന്ത്രി വന്നതിന് ശേഷം ഇതിനകത്ത് നിന്ന് തലയൂരാൻ BJP ഒരു ശ്രമം നടത്തിയത് ഈ ശബരിമല കൊള്ളക്കേസ് അത്രയും സജീവമായിട്ട് ഉന്നയിക്കുന്നില്ല എന്ന് തോന്നുന്നു. അല്ല, നോക്കൂ, ഇത് ഉന്നയിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോയിട്ട് റോഡിൽ സമരം ചെയ്യണമെന്നാണോ? അല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഞാൻ പറയുന്നത് ഇപ്പൊ പ്രധാനമന്ത്രി ഇന്നലെ വന്നു. കാര്യം പ്രധാനമന്ത്രിയുടെ പ്രസൻസ് കൊണ്ട് ശരിക്കും BJP സർക്കിളിലും അതുപോലെ നിങ്ങളുടെ പ്രവർത്തകർക്ക് വലിയ ആവേശമാണ് ഉണ്ടാക്കിയത്. കാര്യം അദ്ദേഹത്തിന്റെ പതിവ് ഷോ ഭയങ്കരമായിരുന്നു ശരിക്കും തൃശ്ശൂരിലും പാലക്കാട്ടും. അപ്പൊ പക്ഷെ അദ്ദേഹവും ശബരിമലയെ കുറിച്ച് മിണ്ടിയിട്ടില്ല ഇത്തവണ. അല്ല, ശബരിമലയെ കുറിച്ച് മിണ്ടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടല്ലോ. അല്ല, അങ്ങനെ ഇതിനകത്ത് പ്രചരിക്കുന്ന അല്ല, അതാണല്ലോ ഞാൻ പറഞ്ഞത്. ഇതിന്റെ ആവശ്യമില്ല. എല്ലാ ദിവസം അതേ ഇഷ്യൂവിനെ കുറിച്ച് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ജനങ്ങളെ അണ്ടർഎസ്റ്റിമേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ല, അതിനകത്ത് നിങ്ങൾക്കൊരു പേടിയുണ്ടോ? ഇത് നമ്മൾ കൂടുതൽ ശക്തിയായിട്ട് ഇത് ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇതുകൊണ്ട് കോൺഗ്രസ്സുകാർ നേട്ടം ഉണ്ടാക്കും എന്നൊരു ധാരണ എന്തെങ്കിലും ഉണ്ടോ? ശബരിമല ഒരു ഇഷ്യൂ ആണ്. ശബരിമലയെ കുറിച്ച് കൊച്ചിയിൽ നരേന്ദ്രമോദിജി വന്നപ്പോ എന്ത് പറഞ്ഞു? ആരാണെങ്കിലും ഈ കൊള്ളക്കാര് ചെയ്ത് ഈ തെറ്റ് ഞങ്ങൾ വിടില്ല,
അത് മോദിന്റെ ഗ്യാരണ്ടി ആണെന്ന് കൊച്ചി ഒരു എത്ര 2 ആഴ്ച മുമ്പേ പറഞ്ഞില്ലേ? അപ്പോ അത് ശബരിമലയല്ലേ? അപ്പൊ എല്ലാ തവണ വിശ്വാസത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അങ്ങ് ഒരു അഭിപ്രായം മാറ്റി പറഞ്ഞു. 2 ദിവസം എടുക്കുന്നതിന് മുമ്പ് അങ്ങ് മാറ്റി പറഞ്ഞു. അതായത് ബി ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. ഞാനൊരു കോളേജ് പഠിപ്പിച്ചിട്ടുണ്ട്, തൃശ്ശൂർ കർണാടക കോളേജിൽ മാഷായിരുന്നു, അവിടെ അന്ന് വിദ്യാർത്ഥിയായിരുന്നു. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ വെച്ചിട്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രസ്താവന നടത്തി. അത് ചെറിയ ആൾക്കാർക്കൊക്കെ വല്ലാത്തൊരു, എനിക്ക് ഗോപാലകൃഷ്ണൻ ഇഷ്ടമാണ്, അതേസമയം അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളിൽ ചിലതിനോട് എനിക്ക് യോജിക്കാനും പറ്റില്ല. അപ്പോൾ അന്ന് അങ്ങ് ആദ്യം ഗോപാലകൃഷ്ണൻ്റെ അഭിപ്രായത്തോട് അങ്ങ് യോജിച്ചു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അങ്ങ് അത് അല്ലല്ല യോജിച്ചല്ല. ഞാൻ പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ കേസ് ഫയൽ ചെയ്യുന്നു, അത് അവർ തീരുമാനിക്കും പറഞ്ഞത് ഇല്ലീഗലാണോ ലീഗലാണോ ഒന്ന്. പക്ഷേ ഞാൻ പറഞ്ഞത് എനിക്കൊരു അവകാശമുണ്ട്. ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറയാൻ എനിക്കൊരു അവകാശമുണ്ട്. അതിൽ എന്താണ് തെറ്റ്? ഞാൻ വേറെ ഒരു മതത്തിന്റെ എതിരെ എന്തെങ്കിലും പറഞ്ഞാലാണ് തെറ്റ്. 19(2) ഫ്രീഡം ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 19(2) പറഞ്ഞ എന്താണ്? യു ഹാവ് ദ റൈറ്റ് ടു എക്സ്പ്രഷൻ. പക്ഷെ 19(2) പറഞ്ഞത് നിങ്ങൾ ഡിഫെയിം ചെയ്യാൻ പാടില്ല, റിലീജിയസ് ഇൻസൈറ്റ്മെന്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ റിലീജിയസ് ഇൻസൈറ്റ്മെന്റ് നടന്നിട്ടുണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കോർട്ടും ഇലക്ഷൻ കമ്മീഷനാണ്. ഞാൻ ആരാണോ? എൻ്റെ അഭിപ്രായം, എന്നോട് ഒരു അമ്പലത്തിന് മുമ്പിൽ പോയിട്ട് ഞാൻ ഒരു ഹിന്ദുവാണ്, വിശ്വാസിയാണ്, എനിക്കൊരു വോട്ട് തരണം എന്ന് എനിക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ശബരിമലയിൽ ഞാൻ മത്സരിക്കുകയാണെങ്കിൽ ഞാൻ ശബരിമല വിശ്വാസിയാണെന്ന് ഞാൻ പറയും. അങ്ങനെ മത്സരിക്കുകയാണെങ്കിൽ അത് എൻ്റെ 28 തവണ ഞാൻ അമ്പലം കയറി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്, അത് ഞാൻ പറയണ്ടേ? അവിടെ മത്സരിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. പക്ഷെ അതിന് അടിമുടി വിശ്വാസിയാണോ ആര്? താങ്കൾ? പിന്നെ അല്ല, ഞാനിപ്പോ വിശ്വാസിയാണ്. ഞാൻ എല്ലാ ആഴ്ച പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ഗുരുവായൂർ പോയി വളർന്ന ഒരു വ്യക്തിയാണ്. ശബരിമല 28 തവണ കയറിയിട്ടുണ്ട്. അതെല്ലാം ഓക്കെ. പക്ഷെ അതും ഇതും ഒരു കോൺട്രഡിക്ഷൻ അല്ല. ഞാൻ അൾട്ടിമേറ്റ് ഡിസിഷൻ ഇലക്ഷൻ കമ്മീഷൻ ഞാൻ പറഞ്ഞല്ലോ, അന്ന് തന്നെ പറഞ്ഞല്ലോ. അത് ഞാൻ ന്യായീകരിക്കാനല്ല ഇറങ്ങിയത്. ഞാൻ പറഞ്ഞത് എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞു. ഞാനൊരു ഹിന്ദു വിശ്വാസിയാണെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ മുസ്ലിം വിശ്വാസിയാണ്, പക്ഷെ എനിക്ക് പറയാൻ അവകാശമുണ്ട്. പക്ഷെ ഞാൻ മതമാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്നും പറയുന്നില്ല, അത് കറക്റ്റ് അല്ല. അതാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഓക്കെ, ഇതിൽ വേറൊരു കാര്യം, അതായത് ഇപ്പം നമ്മുടെ കിഴക്കമ്പലം പൊളിറ്റിക്സുമായിട്ടാണ് സാബു ജേക്കബ് വന്നത്. അപ്പോൾ ഈ കിഴക്കമ്പലത്ത് പുള്ളി മുന്നോട്ട് വെച്ചൊരു വികസന മോഡലുണ്ട്. അത് ഞാനുമൊക്കെ അവിടെ പോയി അദ്ദേഹത്തെ അനുകൂലിച്ചൊക്കെ അന്ന് പ്രസംഗിച്ചിട്ടൊക്കെ ഉണ്ട്. അന്ന് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല, കാരണം അദ്ദേഹം ചില ലോക്കൽ 2012. അതെ. അപ്പോൾ ഇത് ഇപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനസ്സിൽ എനിക്കൊന്ന് ഇങ്ങനൊരു ധാരണയുണ്ട്, ഈ കിഴക്കമ്പലം പരീക്ഷിച്ച് വിജയിച്ച ആ മോഡൽ സംസ്ഥാനത്തുടനീളം നടപ്പിലാക്കാം. എനിക്കൊന്ന് BJP ഉന്നയിക്കുന്ന അതാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം എന്താണ് ഇതിനകത്തൊരു വികസന രാഷ്ട്രീയം അങ്ങ് കാണുന്നത്? ഇപ്പം ഈ 2020 നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്ന? അല്ല, 2020 BJP തമ്മിൽ വളരെ നല്ല ഒരു കൺവെർജൻസിന്റെ, ഗവർണൻസിനെ കുറിച്ച്, ഗുഡ് ഗവർണൻസിനെ കുറിച്ച് 2020 ഗ്രാമപഞ്ചായത്ത് ഞാൻ പഠിച്ച് മനസ്സിലാക്കിയതാണ്. അവര് ഇക്കണോമിക് മാനേജ്മെന്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്, എല്ലാ പഞ്ചായത്തിനെ ബഡ്ജറ്റ് സർപ്ലസ് പഞ്ചായത്താക്കി മാറ്റിയ പാർട്ടിയാണ്. അപ്പോൾ അത് ഗവർണൻസ് ആണ്, കോസ്റ്റ് കൺട്രോൾ, എഫിഷ്യൻസി, അഴിമതി രഹിത ഭരണം, അതെല്ലാം ഞങ്ങളും പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ നല്ല ഒരു കൺവെർജൻസ് ഉണ്ട്. ഈ ചില പ്രിൻസിപ്പിൾസും വാല്യൂ, ചില കാര്യങ്ങൾ പഞ്ചായത്തിൽ അവർ ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ ചെയ്തിട്ടില്ല. അത് ഞങ്ങൾ നടപ്പിലാക്കാൻ ഒരു എക്സ്പെരിമെന്റ് നടത്തും. അത് ഫോർ എക്സാമ്പിൾ ആരോഗ്യ സുരക്ഷാ മാർക്കറ്റ്സ്, ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ്, ഫുഡ് പ്രൈസസിനെ അത് വളരെ റെലവെന്റ് അല്ലേ? ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലേഷൻ കേരളത്തിലാണ്. പണ്ട് കാലത്ത് ഒരു ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയിരുന്നു നമ്മുടെ സംസ്ഥാനം, ഒരു ഫുഡ് സർപ്ലസ് സ്റ്റേറ്റ് ആയിരുന്നു. ഇന്നിപ്പോൾ എല്ലാം പച്ചക്കറി, ഫ്രൂട്ട്, നെല്ല് എല്ലാം നമ്മൾ തമിഴ്നാട്ടിലും കർണാടകയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് വില കൂടുതലാവുന്നത്. അപ്പോൾ ഇതെല്ലാം അവർക്കൊരു കാഴ്ചപ്പാടുണ്ട്, അവർ ചെയ്ത കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്, നമ്മൾക്കൊരു കാഴ്ചപ്പാടുണ്ട്. ഫോർ എക്സാമ്പിൾ ജനൌഷധി കേന്ദ്ര പ്രൈം മിനിസ്റ്റർ ചെയ്ത്, അങ്ങനെ അത് നല്ലൊരു ഒരു പാർട്ട്ണർഷിപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഈ വിടിയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെടാൻ കാരണം
ഈ റാന്നിയിലും കോന്നിയിലും എനിക്കൊന്ന് ഈ BJP നേരിട്ട് മത്സരിക്കാതെ 2020 അല്ല റാണിയില് ഞാൻ കാരണം അവിടെ ശബരിമലയ്ക്ക് അടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. അല്ല റാണിയില് 2021 BJP മത്സരിച്ചില്ലല്ലോ. അല്ല ഇത് അന്നത്തെ BJP അല്ലല്ലോ ഇന്ന്. അല്ലല്ല ശബരിമലയൊക്കെ നിങ്ങൾ അല്ല അപ്പൊ അന്ന് ഡീലൊന്നും പറഞ്ഞല്ലോ കോൺഗ്രസ്. 21 റാണിയിലും മത്സരിച്ചത് BDJs ആണ്. അപ്പൊ അവർക്ക് പ്രോബ്ലം എന്താണ്? 2020 മത്സരിക്കുമ്പോഴാണ് ഡീല്. 21 പറഞ്ഞു. അവിടുന്ന് കേട്ടൊരു സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു ശബരിമല ഒരു വിഷയമല്ല. അത് ഓക്കെ, അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഞാൻ സമ്മതിക്കുന്നു. അതൊരു വീഴ്ചയായിരുന്നു. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ആ സ്ഥാനാർത്ഥിക്ക് പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അത് ഞാൻ സാബു ജേക്കബ് അത് സംസാരിച്ച് അത് സെറ്റ് ചെയ്തു. ഈ സംസ്ഥാനത്തിന്റെ ചിത്രം പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഈ BJP വിജയിക്കുന്നു എന്ന് പറഞ്ഞാൽ പേടിയാകുന്ന ആളുകൾ കേരളത്തിലുണ്ട്. അപ്പൊ ഇപ്പോഴും ഉണ്ടത്. അപ്പൊ ആ ഒരു ഫോബിയ നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ ഈ വോട്ട് മാറി ചെയ്ത് കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ CPM-നെ ജയിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എന്റെ മനസ്സിൽ അങ്ങേക്കറിയുന്ന ചില മണ്ഡലങ്ങളുണ്ട് തീർച്ചയായും. അല്ല അത് നടക്കും. ലോക്കൽ ബോഡിയിലും കണ്ടതാണ്. കൊടുങ്ങല്ലൂരിൽ കണ്ടു, പിന്നെ തൃശ്ശൂർ ജില്ലയിൽ 3 ഗ്രാമപഞ്ചായത്തിൽ കണ്ടു, എറണാകുളം ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്ത് കുമരത്തിൽ കണ്ടു. അപ്പൊ അതെല്ലാം നടക്കും. പക്ഷെ ഞങ്ങളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം വോട്ട് പിടിക്കുക. അത് അവര് തന്ത്രങ്ങൾ അവർ യൂസ് ചെയ്താലും നമുക്ക് അത്ര വോട്ട് പിടിച്ചാൽ അത് നടക്കില്ല. അത് ആ ലെവലിൽ വരെ നമ്മൾ വോട്ട് പിടിക്കണം. വേറൊരു മാർഗമില്ലല്ലോ. അങ്ങനെ പരിഹരിക്കാൻ വേറൊരു സൊല്യൂഷൻ ഇല്ല. അപ്പോൾ ആ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നു. എഫേർട്ട് ജയിക്കണം. ഇവർ രണ്ടുപേരും ഒന്നാണ് ആയാലും നമ്മൾ ജയിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചൊരു ലക്ഷ്യം. ഈ എനിക്ക് തോന്നുന്നു സാധാരണ പതിവില്ലാത്ത പോലെ ഒരുപാട് കേന്ദ്ര നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നു. അത് പുതിയ BJP അധ്യക്ഷന്റെ അങ്ങനെ ആരും വന്നിട്ടില്ലല്ലോ. അല്ല നമ്മുടെ മോദിജി വരുന്നുണ്ട്. അതല്ല ഞാൻ പ്രവർത്തകരും വരുന്നുണ്ട്, ചില നേതാക്കന്മാരും വരുന്നുണ്ട്. അപ്പൊ എനിക്കൊന്ന് കൂടുതൽ കോൺസെൻട്രേഷൻ കേരളത്തിൽ കൊടുക്കാനുള്ള കാരണം അതല്ല, അത് ഞങ്ങള് ഒരു ഗ്രൂപ്പിനെ വിളിച്ചിട്ടുണ്ട്, പുറത്തുനിന്ന് വിളിച്ചിട്ടുണ്ട്. ഈ ഗ്രൗണ്ട് വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ജയിച്ച MLA-മാരും ആ ഒരു ബൂത്ത് ലെവൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ചില നേതാമാരും വിളിച്ചിട്ടുണ്ട്. കാരണം ചില സ്ഥലത്ത് ഞങ്ങളുടെ ഗ്രൗണ്ട് വർക്ക് എല്ലാം അങ്ങനെ എഫിഷ്യൻ്റ് അല്ല, അല്ലെങ്കിൽ ആ ലെവലിൽ വരെ എത്തിയിട്ടില്ല. അവിടെ വന്ന് ഞാൻ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, വേറെ ആർക്കും പോകാൻ സമയം ഉണ്ടായില്ലെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് കർണാടക, മഹാരാഷ്ട്ര ജയിച്ച MLA-മാർ വന്നിട്ട് ബൂത്ത് വർക്ക്, ബൂത്ത് സ്ട്രാറ്റജി, ആ ഡിസിപ്ലിൻ, വോട്ടർ ലിസ്റ്റ് പഠിക്കുന്ന ഡിസിപ്ലിൻ, അതെല്ലാം നമ്മളുടെ പ്രവർത്തകരുടെ ഒപ്പം അവരും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയാണ് കുറച്ചൊരു ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ലീഡേഴ്സ് അങ്ങനെ വന്നിട്ടില്ലല്ലോ. ശോഭ കരൻലാജ് വന്നിട്ടുണ്ട്, അത്രേ ഉള്ളൂ. വേറെ ആരും അങ്ങനെ ഈ കേരളത്തിലെ ഇപ്പൊ നമുക്കിപ്പം വോട്ടേഴ്സിന്റെ കയ്യിരിക്കുക, ഇപ്പൊ തലേന്നുണ്ടാകുന്ന സംഭവങ്ങൾ പോലും വോട്ടേഴ്സിനെ സ്വാധീനിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പിന്നീട് അറിയാൻ പറ്റും. എന്നിരുന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ BJP-ക്ക് കുറച്ച് സീറ്റുകൾ ലഭിക്കുന്നു, മറ്റ് 2 ഇപ്പം കോൺഗ്രസിനും അവർ ലീഡ് ചെയ്യുന്ന മുന്നണിക്കും LDF-നും UDF-നും ഭരണത്തിൽ കയറാൻ പറ്റുന്നൊരു മെജോറിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ BJP എന്തൊരു നിലപാടെടുക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യില്ല. 100%. ഇവരാരും അധികാരത്തിൽ 1000%, 1000 പക്ഷെ നടക്കാൻ പോകുന്നത് CPM-ഉം കോൺഗ്രസ് 27 സംസ്ഥാനത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നു, 28ാമത്തെ സംസ്ഥാനത്തിൽ കോപ്പറേറ്റ് ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. അത്രേ ഉള്ളൂ. ഇവിടെ ആ നാടകം ഉണ്ടല്ലോ, ഭരണനാട്യം, അത് അവസാനിപ്പിക്കും. അവർ രണ്ടുപേരും ഒരുമിച്ച് മുമ്പോട്ട് പോകും. ഇതാണ് നടക്കാൻ പോകുന്നത്. അല്ല, ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പരാതി നമ്മൾ അവരുടെ അത് ഞങ്ങൾക്ക് മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ അല്ല, ഈ പൊതുവെ അല്ല, നിങ്ങൾ എന്തായാലും അതിനകത്തൊരു ഒരു കീപ്പ് ഡിസ്റ്റൻസ് തിയറി തന്നെ കൊണ്ടുവരും. 100%. അല്ലാതെ അവരും നമ്മൾ തമ്മിൽ അല്ല, കോൺഗ്രസ് മുക്ത ഭാരത മനസ്സിലുണ്ട്. അല്ല, കോൺഗ്രസ് മുക്ത ഭാരത് അല്ല, അഴിമതി മുക്ത ഭാരത്. അതാണ് ഈ വിവാദ ഇക്വേറ്റ് ചെയ്യുന്ന അഴിമതിയായിട്ടാണോ? പിന്നെ അല്ല, ഞാൻ ഇന്നലെ എനിക്കൊരു മീം അയച്ചു. വികസനം എന്ന് പറഞ്ഞാൽ BJP, പ്രീണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, മോഷണം എന്ന് പറഞ്ഞാൽ CPM, എക്സ്പ്ലോയിറ്റേഷൻ CPM, അപ്പീസ്മെന്റ് കോൺഗ്രസ്, ഡെവലപ്മെന്റ് BJP. ഇതാണ് സത്യം. ഈ കേന്ദ്രത്തിലെ ഇപ്പം മോദി സർക്കാരും കുറേ കാലമായി സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെയോ കടുത്ത നടപടികളൊന്നും എടുക്കുന്നില്ലെന്നാണ് കോൺഗ്രസ്സുകാരുടെ പരാതി. അപ്പോൾ ലാവലിനായാലും അവർ ഉദാഹരണമായി കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സോഫ്റ്റ് ലൈൻ
സംസ്ഥാനത്തെ മുഖ്യമന്ത്രി അല്ല, ഞാൻ സ്വീകരിക്കുന്നുണ്ടോ? ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ പറയുന്ന ആൾക്കാരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇത് ഏത് നേതാവിന്റെ എതിരെയാണ് പ്രൈം മിനിസ്റ്റർ മോദി കടുത്ത നിലപാട് എടുത്തിരിക്കുന്നത്? ആരുടെ എതിരെ ചെയ്യുന്നത്? ഇതിപ്പോ നേരത്തെ കോൺഗ്രസ് പറഞ്ഞ ചിദംബരത്തിനെ കുറെ മാസം അകത്തിട്ടില്ലേ? അത് ചിദംബരം നേതാവാണോ? എന്തിന്റെ നേതാവ്? ആരുടെ നേതാവാണ് ചിദംബരമിന്റെ മനസ്സിൽ വലിയ നേതാവാണ്, അത്രേ ഉള്ളൂ. ഡൽഹി മുഖ്യമന്ത്രി ആര്? അരവിന്ദ് കെജ്രിവാൾ. അത് ഓക്കെ, അതൊരു ഇഷ്യൂ ആണ്. കോർട്ട് തീരുമാനിച്ചു, എക്വിറ്റ് ചെയ്തു. അല്ല, ഒന്നുമില്ല എന്ന് കോടതി പറഞ്ഞു. പ്രൈം മിനിസ്റ്റർ അല്ലല്ലോ. അല്ല, നമ്മൾ കേന്ദ്ര മന്ത്രിസഭ എടുക്കുന്ന കേജ്രിവാളിന്റെ എതിരെ കേസ് ആദ്യം ഫയൽ ചെയ്ത ആരാ? കോൺഗ്രസ് അല്ലേ? അല്ല, ഇതൊന്ന് പഠിക്കണം. ആ ലിക്കർ സ്കാം കേസ് ഫയൽ ചെയ്തത് കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു, ഡൽഹി പ്രവർത്തകരായിരുന്നു. പോലീസ് കേസ് ഫയൽ ചെയ്തത് BJP കാരല്ല. നോക്ക്, ഇതെല്ലാം കോൺഗ്രസിന്റെ ഒരു എന്താ പ്രചരണമാണ്. BJPയും CPM തമ്മിൽ. നരേന്ദ്രമോദിജി ഏത് ചീഫ് മിനിസ്റ്റർ ആണെങ്കിൽ അദ്ദേഹത്തിന് ചീഫ് മിനിസ്റ്ററിന്റെ ആ ഒരു പൊസിഷൻ, പദവി പേരിൽ ബഹുമാനിക്കും. അതൊരു ജെന്റിൽമാൻലി. നമ്മുടെ പോളിറ്റിക്സ് എന്തിനാ എല്ലാം പേഴ്സണൽ ആക്കുന്നത്? എനിക്കിപ്പോ പിണറായി വിജയന്റെ പോളിറ്റിക്സ് ഇഷ്ടമല്ലെങ്കിൽ പിണറായി വ്യക്തിബന്ധം ഉണ്ടോ അങ്ങേക്ക്? ഇല്ല, ഞാൻ അങ്ങനെ വിളിക്കാറും അല്ല. ഒരു ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന്റെ തൊട്ടടുത്തിരുന്നു, സംസാരിക്കാറും 2 വാക്ക് സംസാരിച്ചു. പിന്നെ ഞാൻ ഉറങ്ങി. കാരണം ഞാൻ മനപ്പുറം ഉറങ്ങിയതാണോ അതോ? ഞാൻ ഉറങ്ങിയത് അല്ല, മനപ്പുറമല്ല. ഞാൻ ടയേർഡായിരുന്നു. അല്ല, അദ്ദേഹം ഡീസെന്റ് ആയിട്ട് സംസാരിച്ചു. ഞാൻ പിന്നെ ഇവിടെ ഒരു ഇൻഡിപെൻഡൻസ് ഡേന്റെ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ കണ്ടു. വ്യക്തിപരമായി സൂക്ഷിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അല്ല, വ്യക്തിപരമായ എനിക്കും താല്പര്യമില്ല. എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല ആരുടെ എതിരെ വ്യക്തിപരം. ഇത് കോൺഗ്രസിന്റെ ഒരു സംസ്കാരമാണ്. ഇങ്ങനെ ഗ്യാസ് ലൈറ്റ് നോണ പറഞ്ഞ് ഒരു എന്താ, എനിക്കത് നുണമാരെ കൊണ്ട് ജീവിതം മടുത്തിരിക്കുകയാണോ? മടുത്തല്ല, ഇത് ഞാൻ കാണുമ്പോ തന്നെ ഒരു പണ്ട് കാലത്ത് ഇത് ഇന്ത്യന്റെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു. സ്ഥിതി കാണുമ്പോ എനിക്കെന്നെ സങ്കടം. അല്ല, ഇനിയിപ്പോ നമ്മൾ നിയമത്തേക്ക് തന്നെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. നിയമത്ത് ഒരുപക്ഷെ അങ്ങേക്ക് കടുത്ത മത്സരം തന്നെ നടക്കുന്നുണ്ട്. കാരണം നിങ്ങൾ 3 പേരും വളരെ ശക്തന്മാരായി മത്സരിക്കുന്നു. 3 പേർക്കും നല്ല വിശ്വാസമുണ്ട് ജയിക്കും എന്നുള്ളത്. അപ്പോൾ അത്രയും കടുത്ത മത്സരം നടുവിൽ അങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ വോട്ടേഴ്സിനെ ഒരുവിധം അങ്ങ് കണ്ടു കഴിഞ്ഞോ? അല്ല, കണ്ടു കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, സമയം അങ്ങനെ കൂടുതൽ സമയവുമില്ല. എല്ലാവരും കാണാനൊരു ശ്രമം നടത്തുന്നുണ്ട്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാവരും കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. ഇതാണ് എനിക്കൊരു അവസരം കിട്ടിയാൽ ഇത് ഞാൻ ചെയ്യും, ഇങ്ങനെ എൻ്റെ ശൈലി ഇതായിരിക്കും, ഇതെല്ലാം പറയുന്നുണ്ട്. പിന്നെ പോകുമ്പോൾ അവിടെ സഖാവ് പറഞ്ഞു ഞാൻ മുതലാളിയാണ്, ഞാൻ ആരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കില്ല എന്നും പറഞ്ഞ് അവിടെ പ്രചരണത്തിനെ കുറിച്ച് ഞാൻ കുറച്ച് മറുപടി പറയുക, അതെല്ലാം ചെയ്യുന്നുണ്ട്. അല്ല, ഇപ്പം നമ്മൾ ഇപ്പം അങ്ങേക്ക് ചിലപ്പോൾ കുറച്ച് വോട്ടേഴ്സിനെ കാണാൻ പറ്റാതെ പോകും. അപ്പോൾ ആ വോട്ടേഴ്സിനോട് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, നേമത്തെ നിയോജക മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന NDA സ്ഥാനാർത്ഥിയെ ഞങ്ങൾ എന്തിനു വിജയിപ്പിക്കണം? ക്വസ്റ്റ്യൻ മാർക്ക്. അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണ്. ഞാൻ 365 ദിവസം 24 മണിക്കൂറും അവർക്ക് വേണ്ടി അധ്വാനിക്കും. ഞാൻ ഇവിടെ പദവിക്ക് അങ്ങ് എന്ത് മാറ്റം അങ്ങ് പറഞ്ഞു കുറച്ചു കാലം. രണ്ടാമത്തത്, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം 5 കൊല്ലം എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊരു വികസന രേഖ ഞാൻ മുമ്പോട്ട് വെക്കും. ഇലക്ഷന്റെ മുമ്പിൽ ഞാൻ വെക്കും, ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. വെക്കും. ഇത് ഞാൻ ലോക്സഭ ഇലക്ഷന് മുമ്പ് ചെയ്തതാണ്. ഈ ഇലക്ഷന് മുമ്പും വെക്കും. അപ്പോൾ അത്. രണ്ടാമത്തത്, കോർപ്പറേഷൻ BJP ഭരിക്കുന്നു, MLA BJPന്റെ ആണ്, നരേന്ദ്രമോദിജിന്റെ പിന്തുണയുണ്ട്. ഇതൊരു നല്ല കോമ്പിനേഷൻ ആയിരിക്കും വികസനത്തിന് വേണ്ടി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സിൻസിയറിറ്റി, എൻ്റെ ഒരു ആത്മാർത്ഥമായ അധ്വാനം ഉണ്ടാവും. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണെന്ന് ഞാൻ അങ്ങനെയാണ് രാഷ്ട്രീയം കാണുന്നത്. എനിക്ക് വേറെ ഒന്നും വേണ്ട. ഞാൻ ഇവിടെ വരുന്നത് ഒരു പദവിക്കോ ഒന്നും ആവാനോ നേതാവാനോ ഒന്നല്ല വരുന്നത്. ഒരു വാശിയുണ്ട്, വികസനം കൊണ്ടുവരണം. ഇവിടെ വികസനം കൊണ്ടുവന്നിട്ടില്ല. എത്രയോ സ്ഥലത്ത് ജനങ്ങൾ പ്രശ്നങ്ങളും പരിഹരിക്കാൻ. കേരളത്തിൽ നിന്ന് മാറി നിന്ന കുറച്ച് കാലം അങ്ങയുടെ ജീവിതത്തിലുണ്ട്. മന്ത്രിയായിട്ടിരിക്കുമ്പോഴെല്ലാവരും അങ്ങേ അറിയുമെങ്കിലും, അങ്ങ് ഇവിടെ ഏഷ്യാനെറ്റ് ഉണ്ടായിരുന്നു, അങ്ങേ ആൾക്കാർക്ക് അറിയുമെങ്കിലും ആ പരിചയക്കുറവൊക്കെ ഇപ്പം പൂർണ്ണമായിട്ട് മാറിക്കഴിഞ്ഞു അല്ലേ? അല്ല, എല്ലാവരും എന്നെ അറിയും. മാത്രമല്ല, ഞാൻ ചോദിക്കാം അങ്ങേക്ക്. എനിക്കും അറിയും, പിന്നെ പ്രശ്നങ്ങളും അറിയും. അപ്പോ അങ്ങനെ ഒന്നും സ്ട്രേഞ്ച് അല്ല. അങ്ങനെ ഒരു
ഒന്നും അറിയാത്ത നിൽക്കുന്ന ഒരു ഇഷ്യൂ ഇല്ല. കേരളത്തിന്റെ സ്പന്ദനം ഇപ്പൊ അറിയാം, 100%. സ്പന്ദിച്ചാലും. 100%. ഓക്കെ, ഒരു കാര്യം കൂടി, ഇപ്പൊ ഏറ്റവും അവസാനം നമ്മുടെ ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെന്റ് ആക്ട് ബില്ല് വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ശരിക്കും ഇപ്പോഴും കൂടെ ഒരു സഭാ അധ്യക്ഷൻ പറയുന്നത് ഞാൻ ടി വിയിൽ കണ്ടു. അപ്പോൾ അവർക്കിത് വല്ലാത്തൊരാശങ്കയായിട്ടുണ്ട്. കാരണം അവർ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പം ഏതെങ്കിലും ഇങ്ങനെ ഒരു നിയമം വന്നിട്ട് ഇതിൻ്റെ ലൈസൻസ് എങ്ങാനും ഇല്ലാതായി കഴിഞ്ഞാൽ അവർ സ്വന്തമായി കെട്ടിവെച്ച പള്ളി പോലും കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത് കളയുമെന്ന് ഭയക്കുന്ന വിശ്വാസികളുണ്ട്. അപ്പോൾ ഈ വിശ്വാസി സമൂഹത്തോട് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനോടാണ് എൻ്റെ ചോദ്യം, അങ്ങ് എന്ത് പറയും? ഒരു സംശയവും ഒരു പേടിയോ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം അല്ല, എന്തിനാണ് ഇപ്പൊ ഇങ്ങനൊരു ബില്ല് കൊണ്ടുവരാൻ FCRA ഇഷ്യൂ FCRA അല്ല. ഇഷ്യൂ മണി ലോണ്ടറിങ്ങും ഇല്ലീഗൽ മണി ഫ്ലോസിന്റെ ഭാഗമായിട്ട് ഒരു വലിയ റിഫോമാണ്. ലോകം എല്ലായിടത്തും നടക്കുന്ന ഒരു ഇഷ്യൂ ആണ് ഈ മണി ലോണ്ടറിങ്ങും മണി ഫ്ലോവും. FCRA പേരിൽ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് നമ്മുടെ ED PMLA മണി ലോണ്ടറിങ് ആക്ട് ഉണ്ട്. അതിൻ്റെ എല്ലാം ഹാർമണൈസ് ചെയ്യുന്നതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം. ഇതിൽ ആരെയും ബാധിക്കുന്നില്ല. അത് തിരുപ്പതി അമ്പലം ട്രസ്റ്റാണോ പിന്നെ ഇവിടെ സഭാ ട്രസ്റ്റാണോ ആരെയും ബാധിക്കില്ല. പക്ഷേ ഈ പുതിയ ആപ്ലിക്കേഷൻ ഇപ്പോൾ അപ്ലൈ ചെയ്ത് ആ FCRA വഴി ഇല്ലീഗൽ കാശി കൊണ്ടുവരാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിൻ്റെ അല്ല, അങ്ങ് പറയുന്ന ഈ പുതിയതായി അപേക്ഷിക്കുന്നവരെ മാത്രമേ ഇത് സ്വാധീനിക്കുന്നു, പിന്നെ പഴയ ആൾക്കാരെ ഇത് സ്വാധീനിക്കില്ല. ഇല്ല. അല്ല, ഇതിനിടയിൽ ലൈസൻസ് എങ്ങാനും പുതുക്കപ്പെടാതെ പോയാൽ അവർക്ക് അതാണ് അവരുടെ ആശങ്ക. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഞാൻ ഇന്നലെ മുതൽ എല്ലാവരോടും സംസാരിക്കുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ഈ 5 സ്ഥലത്ത് നടക്കുന്ന വേളയിൽ 100% ഇത് വോട്ടിന് വേണ്ടിയിട്ടൊന്നല്ല. ഞങ്ങള് അങ്ങനെയല്ല ഇത് നോക്കുന്നത്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉണ്ടല്ലോ അത് പരിഹരിക്കാൻ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളിപ്പോ ഈ സഭാ നേതൃത്വം ആരെങ്കിലും പറഞ്ഞു? സംസാരിച്ചല്ലോ ഞാൻ. പിന്നെ പറഞ്ഞിട്ടുണ്ട്, ഇന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു രാവിലെ, കിരൺ റിജിജു മൈനോറിറ്റി അഫയേഴ്സ് മിനിസ്റ്ററോട് സംസാരിച്ചു. അവരെല്ലാം പറഞ്ഞു ഇതിൽ പേടിക്കാൻ ഒന്നുമില്ല. ഇതെല്ലാം ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ ആയിട്ട് ഒരു പ്രചരണം നടത്തുന്നുണ്ട്. ഞങ്ങൾ അത് ക്ലാരിഫൈ ചെയ്തോളാം, പ്രസ് കോൺഫറൻസ് നടത്തിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു പേഴ്സണൽ കാര്യം, ഇപ്പം സാധാരണയെക്കാളും കുറച്ചുകൂടി ഇപ്പൊ അധ്വാനിക്കേണ്ട അവസ്ഥയുണ്ടല്ലോ ജീവിതത്തിൽ. കായികമായിട്ടും രാവിലെ എഴുന്നേക്കണം. അപ്പോൾ യോഗ പോലുള്ള കലാപരിപാടികളുണ്ടോ? ഇതിപ്പോ ഒരു 1.5 മാസമായിട്ട് ജിമ്മും ഇല്ല, യോഗ ഇല്ല. ജിമ്മൊക്കെ ഉണ്ടായിരുന്നു അങ്ങേക്ക്? പിന്നെ എല്ലാം ഞാനൊരു റെഗുലർ അതായിരുന്നു. പക്ഷെ ഒരു 2-3 മാസമായിട്ട് ഒന്നുമില്ല. പക്ഷെ ഞാൻ ഒരു ചേഞ്ച് ഞാൻ വരുത്തിയിട്ടുണ്ട്. അത് ചോറ് ഞാൻ റൈസ് കുറച്ചു. പിന്നെ ആ പായസം എല്ലാ വീട്ടിലും പോയിട്ട് പായസം കുടിക്കുന്ന ആ ഒരു പായസത്തിൽ ഭ്രമമുള്ള ആളാണ്. അല്ല, എനിക്ക് ഇഷ്ടമാണ് പായസം. പക്ഷെ ഈ എല്ലാ ദിവസവും 3 വീട്ടിൽ കയറി 3 പായസം കുടിക്കുന്നത് ശരിയല്ല. അത് കുറച്ച് വെയിറ്റ് എല്ലാം കൂടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അത് നിർത്തിയേ പറ്റൂ. ഈ അങ്ങേക്കെതിരെ ശക്തിയായിട്ട് ആഞ്ഞടിക്കാൻ, പ്രത്യേകിച്ച് അങ്ങയുടെ സ്വത്തിനെ കുറിച്ചും ഒക്കെ ചില TV ചാനൽ, ചിലയൊന്നുമല്ല, ഒരു TV ചാനൽ രംഗത്ത് വന്നായിരുന്നു. അങ്ങ് അതിനെക്കുറിച്ച് അങ്ങ് അതിശക്തിയായിട്ട് തിരിച്ചടിക്കും എന്നും അങ്ങ് പറഞ്ഞിരുന്നു. ഇപ്പോഴും അങ്ങയുടെ നിലപാട് അത് തന്നെയാണോ? 100% ആണ്. അങ്ങ് അതിൽ വിരളിവുണ്ടോ ഇപ്പൊ? കാരണം ഈ ടെലിവിഷൻ സ്ക്രീനിൽ ഇപ്പം നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ വന്നല്ലോ. അത് ഞാൻ അതിൽ 0 കോംപ്രമൈസ് ആണ്. എന്നെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോളൂ. പക്ഷെ എന്നെ കുറിച്ച് പേഴ്സണൽ നുണ പറഞ്ഞാൽ എന്റെ 20 കൊല്ലത്തിന്റെ രാഷ്ട്രീയ ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ പിന്നെ ഡാമേജ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഞാൻ സമ്മതിക്കില്ല. അതിൽ മാത്രം എനിക്കൊരു വാശിയുണ്ട്. ബാക്കി നിങ്ങൾ വന്നിട്ട് എന്റെ മുണ്ട് ശരിയല്ല എന്നോ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് അതിന് സമയമില്ല. പക്ഷെ എന്റെ ഇന്റഗ്രിറ്റിനെ ചോദിക്കാൻ പാടില്ല. ഞാൻ ആ ഇന്റഗ്രിറ്റി ഉണ്ടാക്കിയത് കുറെ പരിശ്രമിച്ചിട്ടും പോളിറ്റിക്സിൽ ഇരുന്ന് എല്ലാം പിന്നെ അതൊന്നും ഞാൻ സമ്മതിക്കില്ല. ആരെയും സമ്മതിക്കില്ല. അത് രാഷ്ട്രീയക്കാരാണോ മീഡിയ ആണോ വേറെ ആരെങ്കിലും സമ്മതിക്കില്ല. അത് മാത്രം നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ ആ ഡയറക്ഷനിൽ നിങ്ങൾ പോവില്ല. ബുദ്ധി ഇല്ലെങ്കിൽ നിങ്ങൾ പോവും. ഇനിയിപ്പോൾ ശശി തരൂർ ലോക്സഭയിൽ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഇന്നും ആ ക്രിമിനൽ ഡെഫമേഷൻ കേസ് ഞാൻ പർസ്യൂ ചെയ്യുന്നു. അത് ലോജിക്കൽ കൺക്ലൂഷൻ വരെ അപ്പോളജൈസ് ചെയ്യുന്നവരെ ഞാനൊക്കെ, കാരണം അത് പറഞ്ഞത് നുണയായിരുന്നു. ഞാൻ സമുദായ ലീഡേഴ്സിന് കാശ് കൊടുക്കുന്നു ഇതുവരെ വിട്ടിട്ടില്ലല്ലോ.
ഞാൻ സാക്ഷി പറയാൻ അതെ പോയായിരുന്നു. കറക്റ്റ് അറിയാലോ. അപ്പൊ അതുപോലെ തന്നെ ഞാൻ അല്ല, 250 ഞാൻ എന്നിട്ട് വിചാരിച്ചു ഈ RC-ക്ക് ഇതങ്ങ് വിട്രോ ചെയ്തുകൂടെ, ഇനിയിപ്പോ ഇദ്ദേഹത്തിന്റെ പറയാ ഇനി നടക്കേണ്ട കാര്യം. അല്ലല്ല, അത് അദ്ദേഹത്തിന്റെ പുറകെ അല്ല, ആ അത് മുമ്പിലാ. എന്റെ മേലൊരു അറ്റാക്കാണ്. ഇത് ഞാൻ ചെയ്തില്ലെങ്കിൽ മടുത്തില്ല, ഏയ് മടുക്കുന്ന പ്രശ്നമില്ല. ഇല്ല ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റെടുത്ത് ഒരു ഇഷ്യൂ ഏറ്റെടുത്താൽ അത് വിടില്ല. അത് എന്റെ ഒരു ജനറ്റിക് ഫ്ലോ ആയിട്ട് കണ്ടോളൂ, അല്ലെങ്കിൽ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടോളൂ. പക്ഷെ അതാണ് ഞാൻ. അതെ, അല്ല ഈ ഒരുപക്ഷെ അങ്ങൊരു ബിസിനസ് സാമ്രാജ്യം ഒക്കെ കെട്ടിപ്പടുത്ത് ഒരുപാട് ലെവലിൽ വളർന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ടേൺ അങ്ങേക്ക് ഒരു പൊളിറ്റിക്സിലേക്ക് മാറി. വൈഫിന്റെ ഒക്കെ ഒരു അഭിപ്രായം എങ്ങനെയായിരുന്നു? ഫുൾ ടൈം പൊളിറ്റീഷ്യനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മാനസികത്തിലാണ് ഭാര്യ. വൈഫിന്റെ അഭിപ്രായം, കുട്ടികളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ പറയും ഞാൻ ഭയങ്കര ടൈം വേസ്റ്റ് ചെയ്യുന്നു, കാരണം എനിക്ക് അവർക്ക് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. എന്റെ 2 മകളും മകന്റെയും ഗ്രാജുവേഷൻ ഞാൻ മിസ് ചെയ്ത. അത് പോകാൻ പറ്റിയില്ല, ഞാൻ മന്ത്രിയായിരുന്നു, എനിക്ക് സമയം കിട്ടിയില്ല. അങ്ങനെ ഒരു ഫാമിലി മാൻ ആണോ? ഫാമിലി വേണ്ടി ഒരുപാട്? അല്ല, ഞാൻ ഫാമിലി മാൻ ആണ്. ഞാനൊരു ഫാമിലി മാൻ അല്ല, ഞാൻ ഫാമിലി മാൻ ഉദ്ദേശിച്ച ഫാമിലിക്ക് ഒരുപാട് സമയമൊക്കെ എപ്പോഴും കൊടുക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അത് സാധിക്കുന്നില്ല, അതുകൊണ്ടല്ലേ കുറച്ച് ക്രിറ്റിസിസം. ഞാനിപ്പോ കുറച്ച് മാസം മുമ്പേ ബാംഗ്ലൂർ ഇവിടുന്ന് പോയപ്പോൾ എൻ്റെ മകനും വൈഫും എന്നെ ഗ്രീറ്റ് ചെയ്തത് 2 ബോർഡുണ്ട്, 158. അപ്പൊ ഞാൻ 188 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിൽ പോകുന്നത്. പക്ഷെ അതേ സമയം വൈഫ് ഇവിടെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നു. അപ്പൊ ഞാൻ ജോക്കായിട്ട് പറയാണ്, വൈഫിന് പേടി, ഇനിയിപ്പോ ഞാൻ തോറ്റാൽ മണി ബാംഗ്ലൂരിലെത്തി അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചിട്ട് വൈഫ് ഇവിടെ വന്ന് ക്യാമ്പയിൻ ചെയ്യുന്നു ജയിപ്പിക്കാൻ. അല്ല, ഫാമിലി മാൻ, നമ്മളെല്ലാവരും ഫാമിലി മാൻ ആണ്. അതാണ് നമ്മുടെ പ്രയോറിറ്റി. നാട്, കുടുംബം, അതാണ് പ്രയോറിറ്റി. അത് ഞാനും അങ്ങനെ ഒരു കാര്യം. ഇനിയിപ്പോ ഏപ്രിൽ 9 അത് നിർണായക ദിവസം, അതങ്ങ് കടക്കട്ടെ. മെയ് 4-ാം തീയതി അങ്ങ് 24 തന്നെ കാണണം. കാരണം ഞാനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് ഫലപ്രക്ഷേപണം നടന്നല്ലോ. ഒരാൾ 3 പേര് ഒരു ത്രിമൂർത്തി സംഘം ഉണ്ടാവുക. അപ്പൊ അന്ന് അങ്ങയുടെ കാര്യം എനിക്ക് എങ്ങനെ പറയേണ്ടി വരും? സന്തോഷം, ഞാൻ അവിടെ വരും. അല്ല അന്ന് എങ്ങനെ പറയേണ്ടി വരുമെന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നത്? അല്ല, കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറയും. വളരെ നന്നായിട്ട് മലയാളത്തിൽ സംസാരിക്കും. താങ്ക് യു.